ഇത് എവിടേക്കാണ് ഈ പോക്ക്? എന്നിട്ട് ഇത് ചെയ്യുന്ന ഈ സുന്നത്ത് നബിയും സഹാബത്തും ചെയ്ത പോലെ ഒരു സദസ്സ് സംഘടിപ്പിച്ചിട്ട് ചെയ്യുന്ന ഞങ്ങളെ നേരെ റബീഉൽ അവ്വലിന് ചെയ്തിട്ടില്ല. എന്നാൽ ഞങ്ങള് റബീഉൽ അവ്വൽ ഏതായാലും വിധത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മാസം ഇത് ചെയ്താട്ടെ. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരവസ്ഥ തന്നെ. ചെയ്യാൻ തയ്യാറാവില്ല. പള്ളിയിൽ സംഘടിപ്പിച്ചു നബി തങ്ങള്, പള്ളിയിലും പുറത്തും സുന്നത്താണെന്ന് അയിമ്മത്ത് പറഞ്ഞു. ഇമാം നവവിയെ സംബന്ധിച്ച് വല്ലാതെ പൊക്കി പറയാറുണ്ട്. രണ്ടാം ഷാഫി എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആളുകൾ അവിടെ നബവി ഇല്ല, അവിടെ ഇമാമിങ്ങളില്ല. എന്നാ ഹദീസുണ്ടോ? അതുമില്ല. വല്ലാത്ത അവസ്ഥ തന്നെ. എന്നാലോ ഇതേ സലാത്തും തസ്ലീം ട്യൂണില് അവനവന്റെ നേതാക്കന്മാരെ മൗലിദ് ഓതാ, പാടാ, തകരാറൊന്നുമില്ല. ഇതേ സലാത്തും തസ്ലീം ബക്കൈനാ തൂല അയ്യാമി അലാ ദിൽ ജാഹി മിക്റാമി അലാ പീവി അബീ ലൈല കരീമിൽ ഖൗമി ഖദ്ദാമി സ്വലാത്തുല്ലാഹ്. ചൊല്ലി നോക്കി, സലാത്തും തസ്ലീം ട്യൂണിലെ മൗലിദ് ചൊല്ലി. ആരാ മൗലിദാ ചൊല്ലിയത്? മൊയ്തീൻ ഷേഖിന്റെതാ? മൊയ്തീൻ ഷേഖിന്റെ പാടാൻ പാടില്ല. ഇത് അബൂ ലൈല പി.വി. വഹാബി അവന്റെ കേട്ടത് നിങ്ങള്. സലാത്തുല്ലാ സലാമുല്ലാ മുപ്പരെ പറ്റി ചൊല്ലിക്കോ. നമ്മളെതിരില്ല, അവനാന്റെ നേതാക്കന്മാരല്ല. സലാത്തുല്ല സലാമുല്ല ഏതോ ചൊല്ലിക്കോ. എന്നാ നമ്മളെ നേതാക്കന്മാരാണ് റസൂലുള്ള. അതിനെപ്പറ്റി ചെല്ലാൻ നിങ്ങൾ സമ്മതിക്കണം. നിങ്ങൾക്ക് നേതാവായി തോന്നിയില്ല, നിങ്ങൾക്ക് അബൂ ലൈല ഉണ്ടാവുള്ളൂ. രാത്രിക്കത്തെ പിതാവ് ആയിക്കോട്ടെ, നമ്മളൊന്നും പറയണില്ല. രാത്രിയോ പകലോ എപ്പോ നിങ്ങൾ സൗകര്യമുള്ളപ്പോ പിതാവ് ആയിക്കോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. കെ എം മൗലവിനെ പറ്റി മൗലിദ് ചൊല്ലി, അള്ളാന്റെ റസൂലിന്റെ മൗലിദ് ചൊല്ലിക്കണോ? അനുസ്മരണക്കായത് ഉണ്ടാക്കണത്. പേരൊന്ന് മാറ്റിയാൽ മതില്ല, അനുസ്മരണം, മൗലിദല്ല. എന്തിനാണ് ഇങ്ങനെ ഈ സമൂഹത്തെ കബളിപ്പിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ദുഃഖം തന്നെ. നിങ്ങൾ റബീഉൽ അവ്വൽ ഇപ്പൊ ഇത് ഇങ്ങനെ ഗണ്ണനായത്. ഒരു തെങ്ങിന്റെ ചോട്ടേ വളടനങ്ങ കുറച്ച് പുല്ലൊക്കാണ് ചെത്തിട്ടിട്ട് വേണം അതിലിടാൻ. അത് ആ ചെത്തിടല അപ്പൊ കാണുന്നത്. അതങ്ങനെയാണ്. മൗലിദ് യോഗത്തിൽ മൗലിദിന്റെ എതിരുള്ള ആ അസവീസൊക്കെ അങ്ങോട്ട് മുസ്ലിം ഉമ്മത്തിന് മനസ്സിലാവുന്ന രൂപത്തിനെ മാറ്റിയിട്ട് എന്നിട്ട് അള്ളാഹു റസൂലിന്റെ മദ്ഹ് പറയും. ഇതന്നെ സ്വഹാബത്തിന്റെ സ്വഭാവം. ഹസ്സാൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നബിന്റെ പറഞ്ഞത്, ഇദ്റഅൻ റസൂലില്ല, എന്നെ പറ്റി കുറ്റം പറയുന്നുണ്ട് അബൂജഹലും മറ്റും, നീ അതിനെതിർത്ത് പാടുക ഹസ്സാൻ ഖാല റസൂലുള്ളാഹി. ഇതാ ഇപ്പൊ നടക്കുന്നത്. എന്തേ കെ എം മൗലവിനെ പറ്റി പാടിയത്? കെ എം മൗലവി ആരാ? വലിയ ആളാണ്, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അയാളുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു. അയാൾക്കുടെ വലിയൊരു പ്രത്യേകത, അയാൾ ഇവിടെ ലഹളയുടെ കാലത്ത് പുരുഷന്മാരെ കൊല ചെയ്യപ്പെടുന്നു എന്ന് കാണുന്നപ്പോ അയാളുടെ ധൈര്യത്തിന്റെ ഒരു സ്വഭാവം, അയാൾ സ്ത്രീകളുടെ ഡ്രസ്സ് ധരിച്ചിട്ട്, പെൺകുപ്പായ എന്ന് പറയുമ്പോ കാലത്ത് സ്ത്രീകളുടെ ഡ്രസ്സ് ധരിച്ചിട്ട് ഇവിടുന്ന് മറ്റൊരു നാട്ടിലേക്ക് സമൂഹം അറിയാതിരിക്കാൻ വേണ്ടി കടന്നുപോയ ധൈര്യമുള്ള ആളാണ്. അത്രയും ഭയങ്കര ധൈര്യം. വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിയും മറ്റേ ആളും മറിച്ചാളൊക്കെ ഇവിടെ കുറെ ദീനിന് പ്രവർത്തിച്ചിക്കണല്ലോ. ഉമർ ഖാലിയുടെയും അമ്പറങ്ങളുടെ ഒക്കെ കഥ നമ്മൾ പറയാറുണ്ടല്ലോ. ശേഷമാണ് ആയിക്കോട്ടെ ലഹളയുടെ കാലത്ത് ദീനിനു വേണ്ടി പ്രവർത്തിച്ച, ഈ നാടിനു വേണ്ടി പ്രവർത്തിച്ച മുസ്ലിമീങ്ങൾക്ക് കണക്കില്ല. ആ കാലത്ത് കെ എം മൗലവിയുടെ ധൈര്യത്തിന്റെ സ്വഭാവമായി ഇയാളുടെ ധൈര്യത്തെ മൗലിദിലൂടെ അവതരിപ്പിക്കുന്ന ഞങ്ങൾ നമ്മൾ ചെല്ലുന്ന അതേ മൗലിദ് എന്താ? فصدق كان أبا بكر وحيدر في شجاعة بغدا في الوعظ لقمانا مولاي مولاي ചെല്ല്. വഹാബിന്റെ മൗലിദായോണ്ട് നിങ്ങൾക്ക് മൗലായെല്ലാം തോന്നുന്നില്ല. നമുക്ക് കൂലിട്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്തല്ലേ ഇത്. ഈ പാട്ട് പാടിന്റെ കുറ്റം പോകാൻ വേണ്ടി അതിനും പറ്റുമല്ലോ. അത് പാടാൻ പാടില്ല. സത്യത്തിന്റെ വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനത്താണ് കെ എം മൗലവി. ഞാൻ അതിനെ പറ്റിയൊന്നും വല്ലാതെ പറയുന്നില്ല. ഹൈദറ അവിടെ പോയിന്റ് അലി തങ്ങളുടെ സ്റ്റേജിലാണ് ഫീ ഷജാഅത്തിൻ, ധീരതയിൽ. അതുകൊണ്ടാ പെങ്കുപ്പാട്ടിട്ട് ഇവിടുന്ന് വല്ല മുങ്ങിയത്. എന്നാ മുങ്ങിയിട്ടില്ല എന്ന് പ്രസംഗിക്കട്ടെ. ഇവിടെ തന്നെ നിന്നീനെന്ന്, എവിടെ നിന്നീനെന്നും കിട്ടണം. എന്നിട്ട് പറയണേ ഫിൽ വാളി ലുക്മാന, വാള് പറഞ്ഞ ലുക്മാനിലൊക്കെയും വാള് പറഞ്ഞ മാതിരിണ്ടാവും. പക്ഷെ വാള് പറയില്ല എന്നുള്ളൂ. ലുക്മാനിലൊക്കെയും പറഞ്ഞ മാതിരിണ്ടാവും പറഞ്ഞാല്, പക്ഷെ പറയാറില്ല. ഏതായാലും വല്ലാത്ത ഇതൊക്കെ ചൊല്ലാ പാടാ. അതിന് അനുസ്മരണം നട്ട് പരിപാടി സംഘടിപ്പിക്ക, സമ്മേളനങ്ങൾ ഉണ്ടാക്കാം, മാല കെട്ട ഒക്കെ കെട്ട. റബീഉൽ അവ്വൽ കെട്ടിയ റബീഉൽ അവ്വൽ അപ്പൂപ്പൻ. എന്റെ നാട്ടിലൊരു മദനി പറഞ്ഞതാ. വല്ലാത്ത ദുഃഖം തന്നെ. ഏത് മദനിയാണ്? സുബ്ഹാനല്ലാഹ്, എന്താ പറയാ? ഇതിനെ സംബന്ധിച്ചൊന്നും വല്ലാതെ നമുക്ക് പറയാനില്ല. ഇസ്ലാം കൽബിലുണ്ടെങ്കിൽ ആ വിഭാഗവുമായി ബന്ധപ്പെടുന്നത് ദുഃഖമാണ്. ഇസ്ലാം കൽബിലുണ്ടെങ്കിൽ
ഇമാം ഖസലാനി, ഇമാം സഖാവി, മറ്റു പല പണ്ഡിതന്മാരും പറയുന്നു. ഇമാം ഖസലാനി തന്നെ മവാഹിബിൽ പറഞ്ഞു കാണാം, ലാ സാല അഹ്ലുൽ ഇസ്ലാമി, മുസ്ലിമീങ്ങൾ എവിടെയുണ്ടോ അവിടെ മുഴുവനും ആയിക്കൊണ്ടേയിരിക്കുന്നു. ഫിസാഇരിൽ അഖ്താരി വൽ മുദനിൽ കിബാർ, ഫിസാഇരിൽ അഖ്താർ എല്ലാ ഭാഗങ്ങളിലും, വൽ മുദനിൽ കിബാർ വലിയ പട്ടണങ്ങളിലും എന്താണ് അവർ ചെയ്യുന്നത്? യഹ്തഫിലൂന ഫീ ശഹരി മൗലിദിഹി, അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസം ആ ജനിച്ച പേരിൽ റബീഉൽ അവ്വലിൽ അതാ അവർ സംഘടിക്കുന്നു. ബിഅമലിൽ വലായിമി, പല ഭക്ഷണങ്ങളും കൊടുത്തുകൊണ്ട് സംഘടിക്കുന്നു. നോക്ക് നിങ്ങൾ, മുസ്ലിമീങ്ങളുടെ ചര്യയാണെന്ന് ഇമാം ഖസ്തലാനി പറയുന്നു. ഇത് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, അസ്ഖലാനി ഇമാം പറയുന്നുണ്ട്. ഹാഫിദു ദുനിയ എന്ന് പറഞ്ഞ് സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഇമാം അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ല കാര്യമാണെന്ന് അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹാജിബിന്റെ മദ്ഖലിൽ അതാ നിങ്ങൾക്കെന്തോ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്ന ഇബ്നു ഹാജി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം സിയൂത്തി പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞിട്ടുണ്ട്, ഇമാം സിബ്ത് ഇബ്നുൽ ജൗസി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ജൗസി തങ്ങൾ പറയുന്നു, മുഅ്മിനീങ്ങളെ, സുന്നികളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് വല്ലാത്ത ബറക്കത്തുള്ളതാണ്. വമിൻ ഖവാസിഹി, ആ മൗലിദ് നടത്തുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകമായ സ്വഭാവമാണ് അന്നഹു അമാനും ഫീ ദാലികൽ ആം, ആ വർഷത്തിൽ അതുകൊണ്ട് വലിയ നിർഭയമാണ്, വലിയ സംരക്ഷണമാണ്. മൗലിദ് നടത്തുന്നവർക്ക് അവരുടെ കുടുംബത്തിലും അവരുടെ ശരീരത്തിലും അവരുടെ സമ്പത്തിലും വല്ലാത്ത നിർഭയമുണ്ടായിരിക്കും, വല്ലാത്ത സംരക്ഷണം ഉണ്ടായിരിക്കും. വബുശിറാ അജില ബിനൈലിൽ ബിഗയത്തി വൽ മറാം, ഈ വർഷത്തിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന ഒരു സന്തോഷ വാർത്തയാണ്. അല്ലാഹു മുത്തുനബിന്റെ മൗലിദ് നമ്മളെ വീട്ടിലൊക്കെ നടത്താൻ തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ സാന്ദർഭികമായി പറയട്ടെ, എന്റെ സദസ്സിലുള്ള ഉമ്മപങ്ങന്മാരെ, നമ്മുടെ വീട്ടിൽ മൗലിദ് നടന്നിട്ടുണ്ടോ? പള്ളിയിൽ നടന്നിട്ടുണ്ട്. വഖാബി അങ്ങ് പോകട്ടെ, അവര് മുസ്ലിം വിഭാഗത്തിലായി നാം കൂട്ടുന്നില്ല. അവര് ഖൽബിൽ ഈമാനില്ലാത്ത വാക്കുകളാണ് നാവ് കൊണ്ട് പറയുന്നത്. അത് ഒന്നല്ല രണ്ടല്ല, നിങ്ങളൊക്കെ വഖാബി എന്ന് മനസ്സിലാക്കുന്നത്, ജമാഅത്തുകാരനെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണ്? ഒരു ജുമുഅക്ക് പെണ്ണ് പോകാറുണ്ട്, ഇതാണോ? അല്ല അല്ല, അത് ദുഃഖമാണ്. സ്വഹാബത്ത് പോയിട്ടില്ല എന്ന് സ്വഹാബത്ത് തന്നെ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ശാഫി തങ്ങൾ പറയുന്നുണ്ട്, അതാ രാത്രിയോ പകലോ, വെള്ളിയാഴ്ചയോ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസത്തിനോ, ജുമുഅക്കോ ജുമുഅക്കല്ലാതെയോ, യാത്രയിലോ അല്ലാതെയോ, രാത്രിയിൽ ലാ ലൈലം വലാ നഹാർ, ലാ ജുമുഅതൻ വലാ ജമാഅതൻ, ലാ ഹദറൻ വലാ സഫറൻ, എവിടെയും തന്നെ ഒരു പെണ്ണ് പോയത്, നബിന്റെ ഭാര്യമാര്, നബിന്റെ പെൺകുട്ടികള്, നബിന്റെ വപ്പാട്ടികള്, നബിന്റെ അവരാരെങ്കിലും മദീന പള്ളിയിലോ അല്ലാത്ത പള്ളികളിലോ രാത്രിയോ പകലോ എവിടെയും പോയ സംഭവമില്ല. ഇത് ആരാണ് പറയുന്നത്? 10 ലക്ഷം ഹദീസ് കാണാതെ അറിയുന്ന ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വരെ ഉസ്താദായ ലോകപ്രസിദ്ധ പണ്ഡിതനായ ഇമാമുന ശാഫിഈ അവിടുത്തെ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്, പെണ്ണ് പള്ളിയിൽ പോകുന്ന സ്വഭാവം സ്വഹാബി വനിതമാരിൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാരോ റസൂലുള്ളാഹിന്റെ പെൺകുട്ടികളോ റസൂലുള്ളാഹിന്റെ വപ്പാട്ടികളോ വഖദ് കാന മഅഹു, ഇമാം ഷാഫി പറയുന്നു, റസൂലുള്ളാഹിന്റെ കൂടെ ഈ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു പെണ്ണിനോട് ഇതിന്റെ മഹത്വം പറഞ്ഞത് കേട്ടിട്ടില്ല, പോയതും കേട്ടിട്ടില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്? നബിയുടെ ഭാര്യമാർക്ക് നബി പഠിപ്പിച്ചിട്ടില്ല. നബിയുടെ പെൺകുട്ടികൾക്ക് ഫാത്തിമ ബീവി പോയ ഒരു അനുഭവമുണ്ടോ? ആയിഷ ബീവി പോയ അനുഭവമുണ്ടോ? ഞാൻ സഫർ മാസത്തിലെ ളുഹ്ർ എന്ന് പറഞ്ഞിട്ടില്ല. ദുനിയാവിന്റെ അകത്തുനിന്ന് എന്നെങ്കിലും ഒരു ദിവസം പോയ ഒരു സംഭവം ഒരു ലൈഫായ ഹദീസിലുമില്ല. ആര്? റസൂലുള്ളാഹിന്റെ ഭാര്യമാര്, റസൂലുള്ളാഹിന്റെ പെൺകുട്ടികള്, റസൂലുള്ളാഹിന്റെ വെപ്പാട്ടികള്, ഇവരാരും പോയ സംഭവമില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് ഞാനല്ല, ഇമാമുന ശാഫി അവിടുത്തെ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന കിതാബിലാണ്. അപ്പൊ പെണ്ണുങ്ങൾ ജുമുഅക്ക് പോകാന്നുള്ള ചെറിയ കാര്യമല്ല, അത് വലിയ ദുഃഖം തന്നെ. അതുകൊണ്ടല്ലേ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്, ഫസ്സവാബു, ശരിയുള്ളത്, അൽ ജസ്മു ബിത്തഹരീം, പെണ്ണ് പള്ളിയിൽ പോവൽ ഹറാമാണെന്ന് ഉറപ്പിച്ച് പറയണം. വൽ ഫത്വാ ബിഹി, അങ്ങനെ സമൂഹത്തോട് പറയാൻ പാടുള്ളൂ, ഫത്വ കൊടുക്കാൻ പാടുള്ളൂ. ഫതാവൽ കുബ്രയിൽ ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇമാം ഹിസ്നി തങ്ങൾ തന്റെ കിഫായത്തുൽ അഖ്യാറിൽ ഇതേ പ്രയോഗം നടത്തിയിട്ടുണ്ട്. അയിമ്മത്ത് മുഴുവനും പറഞ്ഞിട്ടുണ്ട്. ഇമാം ഖാസാനി തന്റെ ബദാഇ സനായിൽ പറഞ്ഞിട്ടുണ്ട്. പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഒരു കാര്യം അത് ചെറുതാക്കി പറയല്ല. പെണ്ണ് പള്ളിയിൽ പോണ ഒരു പട്ടണത്തിലേപ്പോ നമ്മൾ തമ്മിൽ തർക്കമുള്ളൂ. കുതുബിയത്ത് ചെല്ലണോ ചെല്ലണ്ടേ, അതിലൊന്നുമല്ല തർക്കം, അതൊക്കെ വലിയ തർക്കങ്ങൾ തന്നെയാണ്. 200ഓളം വിഷയങ്ങളിൽ വഹാബിയും നമ്മളും തമ്മിൽ തർക്കത്തിലിരിക്കുന്നു. അത് ഒരു കാലത്ത് ലേഖനം എഴുതിയത്, വഹാബിയന്റെ ലേഖനം എഴുതിയതാ. 200 വിഷയത്തിൽ നമ്മൾ തമ്മിൽ തർക്കമുണ്ട്. ഞാൻ പറഞ്ഞല്ല, വഹാബി തന്നെ പറഞ്ഞതാ. ഇപ്പൊ അതും വിട്ട് 250ഓളായി. ഈ 250ഓളം വിഷയങ്ങളിൽ മുൻകാലക്കാരെ എതിർത്തതായ, മുൻകാലക്കാരെ കുഫറും ശിർക്കുമായി ചിത്രീകരിച്ച വിഭാഗമാണ് വഹാബി എന്ന് പറയുന്നത്. അതൊരു മതമാണ്, അതൊരു മതമാണ്. അത് ഇസ്ലാം മതമല്ല. മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ല. മുസ്ലിമീങ്ങൾക്ക് പരിചയമുള്ളത് ഞാൻ ഈ പറഞ്ഞില്ലേ, റസൂലുള്ള പാട്ടുപാടിയ സ്ഥലത്തേക്ക് വന്നു. റസൂലുള്ളാന്റെ സ്വഹാബികൾ പാട്ടുപാടി നബിയെ പറ്റി. ആ സദസ്സിലേക്ക് നബി ഇരിക്കാൻ പറഞ്ഞു. റസൂലുള്ളാന്റെ ഭാര്യമാര് അതാ അവർക്കൊത്ത രൂപത്തിൽ പാടി. ഫാത്തിമ ബീവി അവർക്കൊത്ത രൂപത്തിൽ പാടി. നമ്മളെ ഉമ്മമാര് വീട്ടിൽ നിന്ന് മൗലിദ് ഓതാറുണ്ട്. ഫാത്തിമ ബീവി പാടിയിട്ടുണ്ട്, ആയിഷ ബീവി പാടിയിട്ടുണ്ട്. ഇതൊക്കെ ഹദീസിലുള്ളതാണ്. ബൈഹഖിയും ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ വിഷയമാണ് മുസ്ലിമിന് പരിചയമുള്ളൂ. അല്ലാത്തത് ഇസ്ലാമല്ല. ഇസ്ലാമല്ലാത്ത ഒരു പറയപ്പെടുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക ചിട്ടയും രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിൽ അത് മറ്റൊരു മതമാണ്. അതുകൊണ്ട് അവര് പോകട്ടെ. മുസ്ലിമീങ്ങളെ, നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ മൗലിദ് ഓതണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതുന്ന സ്ഥലത്ത് ബറക്കത്തുണ്ട്. ആ വീട്ടിൽ വലിയ ബറക്കത്തുണ്ട്. ഉമ്മമാരെ, നിങ്ങൾക്ക് ഹൈലുള്ള ടൈമിൽ വരെ ഓതാൻ പറ്റിയതാണ് മുത്തുനബിന്റെ മദ്ഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ബുറുദ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ചൊല്ലുന്ന കവിതകൾ. നാം ഒരിക്കലും അതൊന്നും ഒഴിച്ചു പോകരുത്. പള്ളിയിലെയോ മദ്രസയിലെയോ മൗലിദ് കൊണ്ട് മതിയാക്കരുത്. ഏത് ഗ്രൂപ്പ് കയറി നടത്തിയാലും നിങ്ങൾ മൗലിദിൽ പങ്കെടുക്കണം. നമ്മുടെ മഹല്ലത്തിൽ നടക്കുന്ന മൗലിദിൽ പങ്കെടുക്കണം. നിങ്ങൾ നല്ല രൂപത്തിൽ ആത്മാർത്ഥയോടുകൂടെ ചെയ്യണമെന്നേ ഉള്ളൂ. മറ്റൊരുത്തനെ കുറ്റം പറയാൻ വേണ്ടി, മറ്റൊരുത്തനെ ചീത്ത പറയാൻ വേണ്ടി മൗലിദ് യോഗങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. ദീനിന്റെ കാര്യത്തിൽ പറയേണ്ടി വന്നാൽ പറയുകയും വേണം. അതിരിക്കട്ടെ, വല്ലാത്തൊരു കൂലിയുള്ള കാര്യമാണ്, വല്ലാത്തൊരു ബർക്കത്തുള്ള കാര്യമാണ് മൗലിദ് നടത്തുക എന്നുള്ളത്. ബുശ്റാ അജിലാ ബിനൈനിൽ ഖസ്ദി വൽ മറാം. ഇമാം ജർഹൂനി വലിയ മഹാനായിരുന്നു. ഇമാം ജർഹൂനി പറയുന്നതായി ഞാനല്ല പറയുന്നത്. അല്ലാമ മുഹമ്മദ് ബിൻ ഖാസിമിൽ അൻസാരി എന്ന അല്ലാമ ഫാസി, മുഹമ്മദുൽ ഫാസി തങ്ങളാണ് പറയുന്നത്. ആരാണ് മുഹമ്മദുൽ ഫാസി? ഇമാം സുയൂത്തി തങ്ങളുടെ ശിഷ്യനാണ്. ഈജിപ്തിൽ കടക്കുന്ന ലോകമറിയപ്പെടുന്ന ഹാഫിദ് പ്രത്യേക പേരുള്ളതായ ഇമാം സുയൂത്തി. എത്ര ഹദീസിന്റെ കിതാബ് രചിച്ചവരാണ് ഇമാം സുയൂത്തി. ആ സുയൂത്തി തങ്ങൾ അവരിൽ നിന്ന് ഓതിപ്പടിച്ചതായ പണ്ഡിതനാണ് മുഹമ്മദുൽ ഫാസി. മഹാനവറുകൾ തന്റെ സുബുലുർ റഷാദി വൽ ഹുദ എന്ന ഗ്രന്ഥത്തിൽ 10ലേറെ വാള്യങ്ങളുള്ള മുത്തുനബിന്റെ ചരിത്ര കിതാബാണ്. ആ കിതാബിൽ മഹാനവറുകൾ പറയുന്ന ഇമാം ജർഹൂനിയെ തൊട്ട്, ഇമാം ജർഹൂനി റസൂലുള്ളാഹിനെ അതാ ദർശിക്കുകയാണ്. അവര് പറയുന്നു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ഞാൻ കണ്ടു. ഫദകർതു ലഹു, അപ്പോൾ നബിയോട് ഞാൻ പറഞ്ഞു, മാ യുഖാലു ഫി അമലിൽ വലായിമി, നബിയേ അതാ റസൂലുള്ളാഹിന്റെ പേരിൽ അതാ ഭക്ഷണങ്ങൾ സംഘടിപ്പിക്കുന്നത് പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, പലരും അതിനെ എതിർക്കുന്നുണ്ടല്ലോ, പലതും പറയുന്നുണ്ടല്ലോ. നബിയേ ഖാല, നബി തങ്ങൾ പറഞ്ഞു, മം ഫരിഹ ബിനാ, നമ്മൾ ജനിച്ച പേരിൽ, നമ്മളുടെ പേരിൽ ആരെങ്കിലും സന്തോഷിച്ചാൽ ഫർഹിനാ ബിഹി, അവന്റെ പേരിൽ നമുക്കും സന്തോഷമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതാനും മദീനയുടെ സാസ് സംഘടിപ്പിക്കാനും ഞാനിത് തെളിവായി പറഞ്ഞിട്ടില്ല. മറിച്ച് സാലിഹീങ്ങൾ കണ്ട മനാമാണ്. സ്വപ്നം പറയാൻ പാടില്ല എന്നൊരു തത്വം ഇസ്ലാമിലില്ല എന്ന് മാത്രമല്ല, സ്വഹാബത്ത് പറഞ്ഞ സ്വപ്നത്തിന് കണക്കില്ല, താബീങ്ങൾ പറഞ്ഞ സ്വപ്നത്തിന് കണക്കില്ല, അയിമ്മത്ത് പറഞ്ഞ സ്വപ്നത്തിന് കണക്കില്ല. അവരെ വീട്ടിലങ്ങ് കണ്ടു ഒഴിഞ്ഞു പോയതല്ല. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടതായി ഇമാം നവവി തങ്ങൾ അവിടുത്തെ ശർഹ് മുസ്ലിമിൽ പറയുന്നു, സ്വപ്നം പറയാൻ പാടില്ല എന്നത് അത് ബിദ്അത്ത് ആശയമാണ്. മല്ലം യുസദ്ദിഖ് ബിറുഅയ സാലിഹാ, ഒരാള് സ്വാലിഹായ സ്വപ്നം കൊണ്ട് അവൻ വിശ്വസിച്ചില്ലെങ്കിൽ അവൻ ഇസ്ലാമിന്റെ പുറത്താണെന്ന് വരെ ഹദീസിൽ കാണാം. ഇത്രയും ഗൗരവമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ,
മുസ്ലിമീങ്ങൾക്ക് ബുഷ്റ സന്തോഷ വാർത്ത വരുന്നതാണ്. ജീവിക്കുന്ന കാലത്ത് എന്താണ് ബുഷ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് അടക്കമുള്ള ഇമാമിങ്ങളുടെ തഫ്സീർ, നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം റാസിയുടെ തഫ്സീർ എടുത്ത് നോക്ക്. റുഅ്യാ സ്വാലിഹ, എന്താണ് മുസ്ലിമിനുള്ള സന്തോഷ വാർത്ത? നല്ല സ്വപ്നങ്ങളാണ് നബി തങ്ങളെ സ്വപ്നം കാണുന്നത്. അത് ചില്ലറയല്ല, അതിനെ താഴ്ത്തുന്നവനക്ക് വലിയ ദുഃഖം തന്നെ. അവന് അയിമ്മത്തിനെ അറിയില്ല. ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അതാ ഷാമിൽ നിന്ന് കേൾക്കുക. ഷാമിലേക്ക് പോയവരാണ്. മുത്തുനബി വഫാത്തായപ്പോൾ എല്ലാവർക്കും ചരിത്രമറിയും. ഞാൻ ചുരുക്കട്ടെ, ബിലാൽ തങ്ങൾ അവിടുന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് കാണുന്നു. ആരെ? സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങളെയാണ് കാണുന്നത്. അപ്പോൾ നബി തങ്ങൾ പറയുന്നു, അമാ ആനലകാൻ തസൂറനായ ബിലാൽ, ബിലാലേ ഒന്ന് സിയാറത്തിന് വരാനായില്ലേ? ബിലാലേ, മുത്തുനബിയെ പലപ്പോഴായി സിയാറത്ത് ചെയ്യാൻ അല്ലാഹു എനിക്കും നമുക്കും വിധിക്കുമാറാകട്ടെ. റബ്ബി വർസുഖ്നാ സിയാറതഹു ഖബല ഖബ്ലി റൂഹി വൽ ഖറജി. മഖ്ദൂദങ്ങൾ പാടിയിട്ടുണ്ട്, വസാലി ഇമാം പാടിയിട്ടുണ്ട്, നമ്മളും അതെടുത്ത് പാടാറുണ്ട്. റബ്ബി പടച്ചവനെ വർസുഖ്നാ സിയാറതഹു, അവിടുത്തെ സിയാറത്ത് ഞങ്ങൾക്ക് നൽകണേ. ഖബല ഖബ്ലി റൂഹ്, ആത്മാവ് പിടിക്കുന്ന മുമ്പ്, വൽ ഖറജി, ഈ ദുനിയാവെന്ന് പുറപ്പെടുന്ന മുമ്പ്. വല്ലാത്ത ആവശ്യമാണ് മൗലിദിൽ. ഇതൊക്കെയാണുള്ളത് മൗലിദിൽ, ഇത്തരം കാര്യങ്ങളാണുള്ളത്. റസൂലുള്ളാഹിന്റെ സിയാറത്തിനായില്ല എന്ന് ബിലാൽ തങ്ങളോട് മുത്തുനബി ചോദിക്കുന്നു. എടുത്തു നോക്ക്, ഞാൻ എന്റെ വക പറഞ്ഞതല്ല. ഖാദിയാൽ അവിടുത്തെ ശിഫയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, മറ്റു പല അയിമ്മത്തും ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ അതാ എഴുന്നേറ്റു, ഉണർന്നു. കരയുക തന്നെ. എന്ത്? സ്വപ്നം കണ്ടതല്ലേ. എന്തിന് കരയണ്? എന്തിനാണ് ബിലാൽ തങ്ങൾ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു, ഒന്ന് വരാനായില്ലേ എന്ന് ചോദിച്ചു. സ്വപ്നമല്ലേ എന്ന് പറഞ്ഞു തള്ളിയില്ല. മാസങ്ങളോളം കാലങ്ങളോളം യാത്ര ചെയ്യേണ്ട അതാ ദമസ്കസിൽ നിന്ന്, ഷാമിൽ നിന്ന്, സിറിയയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുന്നു. ഒരു സ്വപ്നമല്ലേ എന്ന് പറഞ്ഞ് തള്ളിയില്ല. നബി തങ്ങളെ കാണുന്നത് വലിയ ബറക്കത്താണ്. ഇമാം നബി തങ്ങൾ ശർഹ് മുസ്ലിമിൽ പറയുന്നു, നബി തങ്ങൾ ഒരു കാര്യം സ്വപ്നത്തിലൂടെ പറഞ്ഞാൽ അത് ശരീഅത്തിന്റെ നിയമത്തോട് എതിരല്ലെങ്കിൽ അതിനെ അംഗീകരിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇമാം ജർഹൂനി തങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ കുട്ടികൾക്കെല്ലാം ഡ്രസ് ഒരുക്കിക്കൊണ്ട് ഡ്രസ് മാറ്റിക്കൊടുത്ത് ഒരുങ്ങി നിൽക്കുന്നു. അലി തങ്ങൾ ചോദിക്കുന്നു, എന്തേ ഫാത്തിമ? ഫാത്തിമ പറയുന്നു, ഇന്നലെ എന്റെ ഉപ്പ എന്റെ അരികിൽ വന്നിരുന്നു, ഉപ്പന്റെ അരികിലേക്ക് ചെല്ലാനുള്ള ടൈമായി എന്ന് പറഞ്ഞിരിക്കുന്നു. അഥവാ ഞാൻ മരിക്കുകയാണ്. ഫാത്തിമ ബീവി ഈ സ്വപ്നം കണ്ടിട്ട് കണ്ടതായ താൻ അവിടുന്ന് പ്രവർത്തിച്ച അവസ്ഥ നോക്കി നിങ്ങൾ. സാലിഹീങ്ങളുടെ മുഴുവനും സ്വഹാബത്തിന്റെ മുഴുവനും ഇമാമുന ശാഫിഈ തങ്ങൾ അതാ നബി തങ്ങളെ കാണുന്നു. ജൗഹറത്തു തൗഹീദിന്റെ വിശദീകരണത്തിൽ അല്ലാമ ബാജൂരി ഉദ്ധരിച്ചിട്ടുണ്ട്, മറ്റു പല കിതാബിലുമുണ്ട്. നബി തങ്ങളെ കാണുന്നു. നബി തങ്ങൾ പറയുന്നു, ശാഫിഈ നിങ്ങളുടെ ശിഷ്യനായ അഹ്മദിനോട് പറയണം, അവർക്ക് വലിയ വലിയ അപകടം വരുന്നുണ്ട്. അവരെ ഇവിടെയുള്ള വിദ്യാർത്ഥികാർ പിടികൂടും, ഖുർആനിന്റെ എതിരിൽ സംസാരിക്കാൻ വേണ്ടി പറയും, വല്ലാത്ത ശിക്ഷയിൽപ്പെടും, സ്വർഗമുണ്ട് അവർക്കെന്ന് പറയണം ഷാഫി എന്ന് പറഞ്ഞ് ഷാഫി ഇമാം അഹ്മദ് തങ്ങൾക്ക് ആ വിവരം അറിയിച്ച് ലെറ്റർ എഴുതിയില്ല. ഒരു സ്വപ്നമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞോ. സ്വപ്നത്തിന്റെ നേരെ വല്ലാതെ ഒരു വലിയ മഹാനെ പറ്റി ആയതുകൊണ്ട് വല്ലാത്ത അസദ് പ്രകടിപ്പിക്കുന്നവർ അവർ ഒന്ന് ചിന്തിച്ചുകൂടെ? എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ കാണുക വലിയ പുണ്യമാണ്. അതിനെപ്പറ്റി മാത്രം അയിമ്മത്ത് കിതാബ് എഴുതിയിട്ടുണ്ട്. റസൂലുള്ളാഹിനെ കാണുന്നതിനെ പറ്റി മാത്രം. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ പറ്റുമോ? ഉറക്കത്തിലും ഉണർച്ചയിലും കാണാമെന്ന് അയിമ്മത്ത് കിതാബ് എഴുതിയിട്ടുണ്ട്. ഇമാം സയ്യൂത്തിയുടെ തൻവീറുൽ ഹിലക് ഫീ റുഅ്യത്തിൻ നബി വൽ മലക്, മലക്കിനെയും കാണാം അതുപോലെ തന്നെ നബിമാരെയും കാണാം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗ്രന്ഥം തന്നെ ഇമാം സയ്യൂത്തി എഴുതിയിട്ടുണ്ട്. മറ്റു പല പണ്ഡിതന്മാരും നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാമെന്ന് പറഞ്ഞിട്ടും അതിന്റെ ഫലങ്ങളും അതിന്റെ ഗുണങ്ങളും അത് സംഭവിച്ച മഹാന്മാരെ സംബന്ധിച്ചും ഇഷ്ടം പോലെ ഗ്രന്ഥങ്ങൾ അയിമ്മത്ത് എഴുതിയിരിക്കുന്നു. അതിരിക്കട്ടെ, ഇമാം ജർഹൂനി പറഞ്ഞോട് നബി തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്, മൗലിദിൽ ഒരാൾ സന്തോഷിച്ചാൽ ഞാൻ സന്തോഷിച്ചു. ഞാൻ അതങ്ങ് ആ സ്വപ്നം അങ്ങ് തള്ളിയാൽ എന്നാലും ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് എങ്ങോട്ട് വലിച്ചെറിയാൻ കഴിയും?
ഇന്ന് ഇതൊക്കെ പറയുമ്പോ ഇതിന് നേരെ മാത്രം തിരിയും. ഹദീസിൽ പറഞ്ഞതിന് എന്ത് ചെയ്യും? ഹദീസിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീ സഹാബത്ത് സംഘടിപ്പിച്ചത്, നബി തങ്ങൾ അവിടെ വന്നത്, കഅബ റളിയല്ലാഹു അൻഹു പാട്ട് പാടുന്നു. പാടി പാടി പറഞ്ഞത് എന്താണ്? ഇന്ന റസൂല ലസൈഫു യുസ്തലാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. ഇന്ന റസൂല, നബിയേ തങ്ങൾ, ലസൈഫുൻ, ഒരു വാളാണ്. പക്ഷേ വാളിവിടെ രക്തമുണ്ടാക്കിയ വാളല്ല, ഇവിടെ കച്ചറയുണ്ടാക്കിയ വാളല്ല. യുസ്തവാഉ ബിഹി, അതുകൊണ്ട് ഇവിടെ പ്രകാശമാണ് ഉണ്ടായത്, നാട്ടിന് സന്തോഷമാണ് ഉണ്ടായത്. കൊന്നൊടുക്കിയ വാളല്ല, വല്ലാത്ത പ്രകാശം ലഭിച്ച വാളാണ്. നാട്ടിന് ദുഃഖമുണ്ടാക്കുന്ന വാളുകളാണല്ലോ മറ്റുള്ളവരുടെ വാളുകൾ, നാട്ടുകാർക്ക് പേടിയുണ്ടാക്കുന്ന വാളാണല്ലോ മറ്റുള്ള വാളുകൾ. അല്ലാഹുവിന്റെ റസൂൽ അതാ കിടന്നുറങ്ങുന്നു. ഹദീസിൽ കാണാം, ഒരു മരച്ചുവട്ടിൽ സ്വഹാബത്ത് ക്ഷീണിച്ചു വന്നിട്ടുണ്ട്. അല്പനേരം റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ച് ഓരോ മരച്ചുവട്ടിലേക്കും ഓരോരുത്തരും പോയി. അല്പം സൗകര്യം കൂടുതലുള്ള മരച്ചുവട്ടിൽ ശല്യം ചെയ്യരുതെന്ന നിലക്ക് നബി തങ്ങൾക്ക് അവരതാ കിടക്കാൻ സൗകര്യമൊരുക്കി. ആ സ്ഥലത്ത് മുത്തുനബി കിടന്നു. അവിടുത്തെ വാള് ആ മരത്തിന്റെ കൊമ്പിൽ അതാ തൂക്കിയിരിക്കുന്നു. സ്വഹാബത്തെ കിറാം, അറബികൾ പഴയ കാലത്ത് അവരെ കയ്യിൽ എവിടെ പോകുമ്പോഴും വാള് വെക്കുമായിരുന്നു. ആ അതാ തൂക്കിയിട്ടതായ നബി തങ്ങളെ കണ്ട് ഒരു ജൂതൻ അപ്പുറത്തുനിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ ആഗ്രഹിച്ചു കൊണ്ടുവരുന്നു. വന്നിട്ട് അയാൾ ഈ വാളെടുത്തുകൊണ്ട് അതാ കയ്യിൽ പിടിക്കുന്നു. പെട്ടെന്നും അതാ നബി തങ്ങളെ അല്ലാഹു ഉണർത്തുന്നു. നബി തങ്ങളെ കഴുത്ത് മുറിക്കാനാണ് ഇവനെടുത്തതിന് അഊദു ബില്ലാഹ്. ഉടനെ തന്നെ അതാ ഈ വാൾ ഊരി പിടിച്ചുകൊണ്ട് ഇവൻ ചോദിക്കുന്നു, മയ്യുനജീക്, മയ്യുൻജീക്, ആര് നിന്നെ രക്ഷപ്പെടുത്തും? നിരായുധനായ, കയ്യിൽ ആയുധമില്ലാത്ത സ്വഹാബത്ത് മുഴുവനും അപ്പുറം കിടന്നുറങ്ങുന്ന ഏകനാണെന്ന് ബാഹ്യത്തിൽ തോന്നുന്ന മഹാനായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നു, ആരും രക്ഷപ്പെടുത്തും നിന്നെ? മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ തന്നെ ഐനുർ റഹ്മത്ത് പറയുന്നു, അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തും. ഇതങ്ങ് പറഞ്ഞപ്പോൾ അറിയാതെ കൈവിറച്ച് ആ വെട്ടാനൊരുങ്ങിയതായ മുത്തുനബിന്റെ വാള് തന്നെ ഇവന്റെ കയ്യിൽ നിന്ന് അവന് കൈവിറച്ച് വീഴുന്നു. ഐനുർ റഹ്മത്ത് അതെടുത്തിട്ട് ചോദിക്കുന്നു, നിന്നാര് രക്ഷിക്കും? ഏകനായ ജൂതൻ പറയുന്നു, മുഹമ്മദ്, നീയാണ് എന്നെ രക്ഷിക്കാനുള്ളത്. എന്തായിരിക്കും നമ്മളൊക്കെ ആണെങ്കിൽ അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? പോ എന്ന് പറഞ്ഞ് റസൂലുള്ള വിട്ടയക്കുന്നു. കാരുണ്യത്തിന്റെ കടല് അവിടുത്തെ കൈകൊണ്ട് എന്താണ് ഈ ലോകത്തിന് കിട്ടിയത്? സൈഫു യുസ്തലാഉ ബിഹി. ഒന്നും ചെയ്തില്ല. അല്ലാഹുവിന്റെ റസൂലിനെ അതാ ഖൈബറിൽ നിന്ന് മുറഖിബ് രാജാവ് കൊല്ലാൻ ആളെ വിടുന്നു. അതാണ് ഖൈബർ യുദ്ധത്തിന്റെ തുടക്കം. നബിയെ കൊല്ലാൻ വന്നത്, സ്വഹാബത്തിനെ കൊന്നത്, ഇങ്ങനെ വല്ലാതെ വേദനിപ്പിച്ചപ്പോഴാണ് യുദ്ധമുണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഒരു യുദ്ധമുണ്ടായില്ല. ഇന്ത്യ രാജ്യത്ത് സ്വഹാബത്ത് വന്നിട്ടുണ്ട്. എവിടെയും യുദ്ധം ചെയ്തല്ല അവർക്ക് ഇവിടെ ഇടം കിട്ടിയത്. 10 പള്ളി നിർമ്മിച്ചതിൽ ഒരു സ്ഥലത്തും ഒരു അമ്പലവും കേടുവരുത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നിരുപാധികം വന്നുള്ള അമുസ്ലിമീങ്ങൾ അവർക്ക് ഇടം കൊടുത്തു. എവിടെയും യുദ്ധം ചെയ്ത സംഭവമില്ല. മലപ്പുറം യുദ്ധം നടന്നിട്ടുണ്ട്. അത് എത്രയോ ശേഷമാണ്. അത് അമുസ്ലിമീങ്ങൾ പള്ളി പൊളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. മലപ്പുറം പതി അരഞ്ഞാണം പറനമ്പി ബലത്തോടെ ഒരുമിച്ചാദേശത്ത് മസ്ജിദ് കാരിക്കുവാൻ വാശി പിടിച്ചു താൻ. അതിനാലെ ഭാവിച്ചൊരു നാശത്തെ പറനമ്പി പള്ളി പൊളിക്കാൻ വേണ്ടി വന്നു. പല ജാതി കുല ഹിന്ദു പാടന്മാരെ ക്ഷണിച്ചു. ഗുരുത്തം കെട്ടവർ പള്ളി ചുറ്റും വന്ന് തടിച്ചു. ജലം മറ്റും മുടക്കിക്കൊണ്ട് എതിർക്കുവാൻ ക്ഷണിച്ചു. സഹികെട്ട മാപ്പിളമർ പള്ളിക്കുള്ളിൽ കഴിച്ചു. തള്ളകളും പല പിള്ളര മാറത്ത് അണഞ്ഞിട്ട് പട്ടിണി കിടന്നവരും പെട്ടിട 7 ദിവസം മലപ്പുറം. ഞാനതിൽ കടക്കുന്നില്ല. മലപ്പുറം കിസ്സപ്പാട്ട് നിങ്ങൾ കേട്ടില്ലേ? മുസ്ലിമീങ്ങളൊന്നും അങ്ങോട്ട് പോയതല്ല, ഇങ്ങോട്ട് വന്ന് പള്ളി തകർക്കാൻ വന്നു. ചരിത്രം ദീർഘമാണ്. ആ പാവപ്പെട്ട 40ഓളം മുസ്ലിമീങ്ങൾ കട്ടപ്പെട്ടു. സ്ത്രീകൾക്ക് സംരക്ഷണമില്ല. അവരെ പള്ളിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. മലമുകളിലൂടെ അതാ
കുടിക്കാനുള്ള വെള്ളവും ഒന്നു ചെയ്യാനുള്ള വെള്ളവും മലമുകളിൽ നിന്ന് അതാ വന്നിരുന്ന ചോലയിൽ നിന്ന് ഇറങ്ങി വന്നിരുന്ന വെള്ളം ആ ഹൗദിലേക്ക് ചാണകം കലക്കി വിട്ടു. വെള്ളം കൊടുത്തില്ല, ഈ രൂപത്തിൽ കട്ടപ്പെടുത്തി. എന്നിട്ടും ഒന്നും ചെയ്തില്ല. പിന്നെ വന്ന് പള്ളി കരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർ യുദ്ധത്തിനിറങ്ങിയത്. മുസ്ലിം മക്കൾ ഇവിടെ ആരെയും കൊല്ലുന്നവരല്ല, ആരെയും ചണ്ട കൂടുന്നവരല്ല, ആരെയും എതിർക്കാൻ പോകുന്നതല്ല. നിയമത്തിന്റെ ഉള്ളിലിരുന്ന് അവനവനെ കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ ചെയ്യും. ഒരു അമുസ്ലിം സഹോദരനിക്ക് പ്രയാസമായാൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു അമുസ്ലിം സഹോദരന്റെ വിഷമങ്ങൾക്ക് പരിഹാരം കാണാൻ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് കൂലിയുണ്ട്. ഒരു ജീവിക്ക് ഭക്ഷണം കൊടുക്കാൻ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. വല്ലാത്ത കാരുണ്യവാനാണ് നബിതങ്ങൾ. ഖൈബർ യുദ്ധത്തിൽ അതാ ഹജ്ജാശി എന്ന് പറയുന്ന മനുഷ്യൻ റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി വന്നു. കയ്യിൽ കടാരയുണ്ട്, ഖഞ്ചറുണ്ട്, കടാരയുണ്ട്. പിന്നിൽ പിടിച്ചിട്ട് ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന മുത്തുനബി തങ്ങൾ. സ്വഹാബത്തിന്റെ സദസ്സാണ്. ആ സദസ്സിന്റെ ഇപ്പുറമുള്ള പള്ളിയിൽ ഭിത്തിയില്ല. അപ്പുറത്തിലൂടെ അങ്ങകലെ കുതിരയെ നിർത്തിയിട്ട്, എല്ലാ കഴിവുമുള്ള കുതിരയെ നിർത്തിയിട്ട് അതാ ഹജ്ജാശ് എന്ന് പറയുന്ന മനുഷ്യൻ കയ്യിൽ കടാരയും പിന്നിൽ പിടിച്ച് നബിയെ കൊല്ലാൻ വരുന്നു. 100 ഒട്ടകമാണ് തന്നോട് വാഗ്ദാനമുള്ളത്. മുറഹിബ് രാജാവ് വന്നു. വന്നിട്ട് ഏകദേശം 1 മീറ്റർ അപ്പുറത്തെത്തുമ്പോ ഒരൊറ്റ ചീറല. എന്തേപ്പോ വെറുതെ വന്നിട്ട് വെറുതെയാണ് കരയണോ? ഒരു മനുഷ്യൻ അങ്ങ് കരയുകയാണ്. എന്തേ ചോദിച്ചു, എന്തേ വിഷയം? വിറക്കുന്ന്, കയ്യിൽ നിന്ന് അങ്ങോട്ട് വീണ്, കയ്യിൽ നിന്ന് ഈ കടാരം വീണ് അവിടെ നിന്ന് വിറക്കണം. ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ എവിടെ വരണ കരയാൻ? വീട്ടിൽ നിന്ന് കരഞ്ഞാ പോരെ, കടാരം അവിടെ വെച്ചാ പോരെ. ഇതങ്ങിട്ട് നെഞ്ചാകത്തേറവേ അഞ്ജലിനാലാവൻ കഞ്ചർ വീളുന്തിടലായി. നമ്മുടെ അരീക്കാട് മല്ലാക്ക പറഞ്ഞു കാണാം തന്നെ ഖൈബർ യുദ്ധത്തിൽ. നെഞ്ചകത്തേറവേ ഹൃദയത്തിൽ ഏറി, നെഞ്ചാകത്തേറവേ അഞ്ജലിനാലാവൻ കഞ്ചർ വീളുന്തിടലായി. നിത്യമെന്നെ ഇരത്തിടുമെണ്ട് നീനത്തുടനെ മണ്ടിടലായി. തന്റെ പേടി കൂടിയിട്ട് മനസ്സിൽ വെറുതെ അങ്ങ് പേടി ഇട്ട് കൊടുത്തു അല്ലാഹു തആല. അഞ്ജലിനാൽ അവൻ ഖഞ്ചർ, അവന്റെ കയ്യിലുള്ള കടാര അതാ വിളുന്തിടലായി വലിച്ചെറിഞ്ഞു. അങ്ങ് വീണു, തന്നാലെ വീണു. നിത്യം തീർച്ചയായും എന്നെ ഇരത്തിടും, എന്നെ കൊന്നിടുമെന്ന് പേടിച്ചിട്ട് അവൻ മണ്ടിയിടലായി. നീണ്ടതാണ് കഥ. ഒന്നും അങ്ങോട്ട് ചെയ്തിട്ടില്ല. അവിടത്തെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയുകയുമില്ല. അല്ലാഹുവിന്റെ റസൂൽ ഐനുർ റഹ്മത്താണ്. എന്നിട്ട് ഹജ്ജാശിനെ കൊന്നിക്കണോ? ഇല്ല, കൊന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഹജ്ജാശി ഇസ്ലാമിലേക്ക് വന്നു നബിയുടെ സ്വഭാവം കണ്ടിട്ട്. അതാ ഉണ്ടായത്. അതിനെന്ത് ചെയ്യാൻ? ഒരു നല്ല മനുഷ്യനെ കണ്ട ആൾക്കാർ നന്നാവൂല. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ പാട്ടങ്ങ് പാടിയപ്പോൾ ലോകത്തിന് പ്രകാശം നൽകിയ വാളാണ്. ലോകത്ത് പട്ടണമുണ്ടാക്കിയ വാളല്ല, പട്ടണങ്ങൾ തീർത്ത വാളാണ്. മുഹമ്മദ് ഇന്ത്യയിൽ നിർമ്മിച്ച വാളാണ്. അക്കാലത്ത് ഇന്ത്യയിൽ നല്ല വാള് നിർമ്മിക്കപ്പെടാറുണ്ട്. അത് അറേബ്യൻ നാടുകളിലേക്ക് കയറ്റയക്കപ്പെടാറുണ്ട്. വാള്, അതുപോലെ തന്നെ കുരുമുളക്, ഇഞ്ചി, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പ്രത്യേക സാധനങ്ങളായിരുന്നു. മറുനാടുകളിൽ ഉണ്ടായിരുന്നില്ല. തേക്ക്, ഇതൊക്കെ പല നാടൊന്നും വരുന്നു. മദീന പള്ളി നിർമ്മിക്കാനുള്ള തേക്ക് കല്ലായിയിൽ നിന്നാണ് കൊണ്ടുപോയതെന്ന് വരെ ചരിത്രന്മാർ എഴുതുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലത്ത് തേക്ക് നമ്മുടെ നാടിന്റെ പ്രത്യേക ഒരു മരാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, അല്ലാഹുവിന്റെ റസൂലിനിക്ക് ജിദ്ദയിൽ വെച്ച് അതാ നമ്മുടെ നാട്ടിലെ ഭരണാധികാരി കൊടുത്തത്. ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്നു, ഇഞ്ചി കൊടുത്തത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് പാട്ട് പാടുന്നു മുഹന്നദുൻ. അക്കാലത്ത് കരുവാന്മാർ, കരുവാൻ എന്ന് പറഞ്ഞാല് കൊല്ലന്മാർ, കരുവാന്മാര് നല്ല വാള് നിർമ്മിച്ചിരുന്ന നാടാണ് കരുവാരക്കുണ്ട്. അവിടെയായിരുന്നു ഈ വാള് വിറ്റിരുന്നത്, വാള് കയറ്റുമതി നടത്തപ്പെട്ടിരുന്നത്. ഇതങ്ങ് പാടിയപ്പോൾ ചരിത്രമെടുത്തു നോക്ക്, കിതാബുകളിലൊക്കെ കാണാം റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ അണിഞ്ഞ ആ
പുട ആ ഷാൾ എടുത്തിട്ട് കഅബ് തങ്ങൾക്ക് ധരിപ്പിക്കുന്നു. റസൂലുള്ളാഹി തങ്ങളെ മദ്ഹിന് അവിടുന്ന് കൊടുത്തതായ വലിയ അംഗീകാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹാബത്തിനെ ഇരുത്തുന്നു, പാടുന്നു. നബി തങ്ങൾ അതാ പാടിയതിന്റെ പേരിൽ അംഗീകാരമായി വലിയ ബറക്കത്തിന്റെ സാധനമായ അവിടുത്തെ ഷാൾ കൊടുക്കുന്നു. ആ ഷാളിനിക്ക് വലിയ 10,000 എല്ലാം ദിർഹമുകളെ കൊണ്ടാണ് പിന്നീട് അത് പലരിൽ നിന്നും വാങ്ങിയത് എന്ന് ചരിത്ര കിതാബുകളിൽ കാണാം. ചില്ലറ സാധനമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അത് നാം പ്രകടിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലല്ലാതെ പിന്നെ ആർക്ക് വേണ്ടി നാം ഒരുമിച്ച് കൂടും? കെ മൗലവിക്ക് വേണ്ടിയും ഈ കെ മൗലവിക്ക് വേണ്ടിയൊക്കെ ഒരുമിച്ച് കൂടുന്ന നമ്മൾ അതേപോലെ മുത്തുനബിക്ക് ഒരു പരിപാടി ഉണ്ടാക്കിയാണ്. ഇപ്പൊ മടവൂര് ഗ്രൂപ്പ് പറയുന്നുണ്ടല്ലോ, മൗലിദ് ഓതുന്നവർക്ക് ഓതാൻ, അങ്ങനെ ശിർക്കുന്നൊന്നും പറഞ്ഞുകൂടാ. 20 റക്അത്ത് നിസ്കരിക്കണമൊക്കെ നിസ്കരിച്ചോട്ടെ, അത് വലിയ പ്രശ്നം എന്ന് പറഞ്ഞൂടാ. അപ്പോഴേക്കും അവരെ സുന്നിയായി മനസ്സിലാക്കുന്ന സുന്നിയാളുണ്ട്. അതിപ്പോ ഒരു പ്രശ്നമില്ല. അപ്പൊ 200 വിഷയം ഇപ്പൊ തിരുത്തിയോ? അത് ഓല് ഓതുന്നല്ല, ഓതുന്നവർ ഓതിക്കോട്ടെ. അത് പറഞ്ഞാലേ ഇപ്പൊ കുറച്ച് സുന്നിയാളും കൂടി കിട്ടുള്ളൂ. ഓതണ്ടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, 20 നിസ്കരിച്ചണ്ടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അമ്മമാരാണ് ഊരവേദനയായിട്ട് നിസ്കരിച്ചോട്ടെ, എന്നാൽ പിത്തൻ ഉണ്ടാക്കണം, എന്നാലും ഒന്നെങ്കിലും ഇങ്ങോട്ട് വഹാബിക്ക് വന്നാലോ എന്ന ട്രിക്കിലാണ് ഇപ്പൊ മടവൂര് ലോക ഗ്രൂപ്പ് വഹാബീസാണ് മനസ്സിലുള്ളത്. അതൊന്നും നമ്മൾ അതിലൊന്നും പെട്ടുപോകരുത്. നമുക്കൊരു പാരമ്പര്യ ആശയമുണ്ട്, നമുക്കൊരു മടവൂരുണ്ട്. മഹാനായ ഖുതുബുൽ ആലം സിഎം വലിയുല്ലാഹി മഹാനവറുകൾ വല്ലാത്ത മഹാനായിരുന്നതിന്റെ ചരിത്രത്തേക്കൊന്നും കടക്കാൻ ടൈമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബ്ബത്ത് നാം വെളിവാക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്ന വഴികളിലൊക്കെ വെളിവാക്കണം. അല്ലാഹുവിനോട് എത്ര അടുപ്പമുണ്ടോ ആ അടുപ്പം മുത്തുനബിയോടുള്ള അടുപ്പത്തിന്റെ കണക്കിനനുസരിച്ചാണ്. മുത്തുനബിയോട് എത്ര അകൽച്ചയുണ്ടോ അതിനനുസരിച്ച് അല്ലാഹുവിനോട് അകലുന്നതാണ്. هنيئا لقوم أنت فيهم ومنهم بدا منك بدر بالجمال مسربل صلاة وتسليم وأزكى تحيتي هنيئا لقوم മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഹനീഅൻ വല്ലാത്ത സന്തോഷമാണ് ഒരു ഖൗമിൻ, ഒരു വിഭാഗത്തിന്. അന്ത ഫീഹിം, നബിയേ തങ്ങൾ അവരിലുണ്ട്. ആരുടെയൊക്കെ മനസ്സിൽ നബി തങ്ങളുണ്ടോ അവന് വലിയ സന്തോഷം തന്നെയാണ്, എവിടെ? ദുനിയാവിലും ആഖിറത്തിലും. മാത്രമല്ല വമിൻഹുമൂ, നബി തങ്ങളെ മനസ്സിൽ കുടിയിരുത്തിയ മനുഷ്യന്മാരിൽ നിന്നും ബദാ പ്രകടമാകുന്നതാണ്. ബദാ മിൻക ബദറുൻ, നബിയെ തങ്ങൾ കാരണത്താൽ ഒരു പൗർണമി അവരിൽ കാണാം. ഈ ഇരിക്കുന്ന തങ്ങന്മാർ, ഈ ഇരിക്കുന്ന ഉസ്താദുമാർ, അവരുടെ മുഖത്ത് കാണുന്ന പ്രകാശം നബി തങ്ങളെ ഖൽബിലുള്ളതാണ്, അവരിൽ നിന്ന് പ്രകടമാകുന്നതാണ്. ബദറും, ഒരു പൗർണമി കാണാം. അവരുടെ കണ്ണിന് പൗർണമിയുടെ സ്വഭാവമുണ്ട്. അത് പ്രകാശമേ ചെയ്യുകയുള്ളൂ, അത് കറുപ്പ് ചെയ്യില്ല. അത് അന്യ സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കുന്ന കണ്ണല്ല, അതൊരു പ്രകാശമുള്ള കണ്ണായിരിക്കും നബി തങ്ങൾ മനസ്സുള്ളവൻ. അവന്റെ നാവ് വല്ലാത്ത ബറക്കത്തുള്ള നാവായിരിക്കും, നബി തങ്ങളെ പറയുന്ന നാവ്. അവന്റെ നാവ് കൊണ്ട് ഹറാമുകൾ പറയാൻ പോകില്ല, അവന്റെ കൈ കൊണ്ട് ഹറാമുകൾ ചെയ്യാൻ പോകില്ല, അവന്റെ കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കില്ല, അവന്റെ മുഖം കൊണ്ട് ഹറാമിലേക്ക് നോക്കില്ല. അവന്റെ ജീവിതം പൗർണമി പോലെയാണ്. ബദാമിങ്ക ബദറും ബിൽ ജമാലി മുസർബലു, വല്ലാത്ത ഭംഗിയുള്ള ആ ചന്ദ്രനെ പോലെ ജീവിതമായി തീരും നബി തങ്ങളെ മനസ്സിൽ കുടിയിരുന്നാൽ അല്ലാഹു നമ്മെ അങ്ങനെ ആക്കി തെരുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹക്കുഞ്ഞൻ അത് ഹൃദയത്തിൽ വളരണം, അത് ഹൃദയത്തിൽ വളരണം. ആ കുഞ്ഞിനെ നാം വളർത്തിയെടുക്കണം. ചെറിയ നിലക്കേ നമ്മുടെ കൽബിലുള്ളൂ. ആ കുഞ്ഞിനെ നാം നബി തങ്ങളുടെ മധു പറഞ്ഞും നബി തങ്ങളെ സംബന്ധിച്ച് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളും വായിച്ച് ആ കുഞ്ഞിനെ നാം വളർത്തിക്കൊണ്ടുവരണം. എന്നിട്ട് അവിടുത്തെ ജീവിതത്തെ നാം തുടരണം. അവിടുത്തെ ജീവിതത്തിന്റെ ഭാഗമാണ് വെള്ളവസ്ത്രം ധരിക്കൽ. അതൊക്കെ നബി തങ്ങളുടെ നാടിന്റെ ചര്യയാണെന്ന് പറഞ്ഞ് താടി വെക്കൽ നബി തങ്ങളുടെ നാടിന്റെ ചര്യയാണെന്ന് പറയുന്നവർ, അല്ലാഹുവിന്റെ റസൂലിന്റെ വെള്ളവസ്ത്രം ധരിക്കൽ, തലയെക്കെട്ട് കെട്ടൽ, ഇതൊക്കെ നാടിന്റെ ചര്യയാണ്, അറബികളുടെ സ്വഭാവമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. നാടിന്റെ സ്വഭാവങ്ങൾ നടത്താൻ വന്നവരല്ലേ നബി തങ്ങൾ. നബി തങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തതിനോട് നിങ്ങൾ തുടരണമെന്നാണ്. സാന്ദർഭികമായ
വ്യക്തമായി ഞാൻ പറയട്ടെ, താടി വെക്കുമ്പോഴേക്ക് വഹാബി എന്ന് ചിത്രീകരിക്കുന്നവരുണ്ട്. അത് അവര് പാവങ്ങളാണ്. കാരണം താടി വെച്ചുകൊണ്ടാണ് വഹാബികൾ പലരും വരുന്നത്. നല്ല കാര്യമാണ് താടി വെക്കുന്നത്, അത് വഹാബി സ്വഭാവമല്ല സുന്നികളെ. ഏതോ അറിവില്ലാത്തൊരു മനസ്സിലാക്കി പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ താടി വെക്കണം. ഒരു പിടിക്കാനെങ്കിലും താടി നമുക്ക് വേണം. പല സുന്നികൾക്കും താടിയുണ്ട്, ഉസ്താദുമാർക്ക് മുഴുവനും താടിയുണ്ട്. താടിയുള്ളവൻ വഹാബി എന്ന് സുന്നികൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ അറിവില്ലാത്ത ഒന്നോ രണ്ടോ ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി. നാടന്മാര് താടി വെച്ചാൽ വഹാബിയാണെന്ന്. അത് തിരുത്തണം. അത് വഹാബിസമല്ല, അത് അള്ളാഹുവിന്റെ ദീനിന്റെ സുന്നത്താണ്. പൊതുജനങ്ങൾ താടി വെക്കണം. അത് വലിയ സുന്നത്താണ്. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ്. താടി നീട്ടുകയാണ് നല്ലത്. നിങ്ങൾ താടി നീട്ടുക. നിങ്ങൾ അതാ നിങ്ങളുടെ മീശയെ നിങ്ങൾ ചെറുതാക്കുക. ഇമാം നവവി തങ്ങൾ അങ്ങനെയാണ് ഹദീസിന് അർത്ഥം കൊടുത്തത്. മീശയെ ചുണ്ടിന്റെ ചുവപ്പ്, ചുണ്ട് കാണുന്ന രൂപത്തിൽ വെട്ടിക്കളയുക. മീശ വടിക്കുന്നതിൽ അയിമ്മത്തിന് ഹറാം എന്ന് വരെ പറഞ്ഞവരുണ്ട്. താടി വടിക്കൽ ഹറാം എന്നാണ് ഒരു ശാഫി മദ്ഹബിൽ ഹറാം എന്നും കറാഹത്ത് എന്നും അഭിപ്രായമുണ്ട്. വളരെ മോശപ്പെട്ട വിഷയമാണ് താടി വടിക്കുക എന്നുള്ളത്. തലമുടിയിൽ അതാ പറ്റുവേനോ മറ്റോ കുടുങ്ങി ജനാബത്ത് കുളിക്കുമ്പോൾ അതിലേക്ക് വെള്ളമെത്തുകയില്ല എന്ന് കണ്ടാൽ അത് വടിച്ചു കളയൽ നിർബന്ധമാണെന്നാണ് പണ്ഡിതമതം. എന്നാൽ താടിയുള്ളിൽ പറ്റുവേനോ മറ്റോ കുടുങ്ങി വെള്ളം അതിലേക്ക് എത്തിയില്ലെങ്കിൽ ജനാബത്തിന്റെ വെള്ളമെത്താൻ വേണ്ടി അത് വടിച്ചു കളയേണ്ടതില്ല എന്നല്ല ഇമാം ഇബ്നു ഹജർ ലൈതമി അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. എന്തേ താടി വടിക്കണ്ട, തലമുടി വടിച്ചെങ്കിലും വെള്ളമെത്തിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? അദാലി അന്ന ഹൽഖൽ ലിഹയതി മുസ്ലത്തുൽ ലിർരിജാൽ. പുരുഷന്മാരുടെ താടി ഒഴിവാക്കുക എന്നുള്ളത് അത് കോലക്കടാണ്. അത് ഇസ്ലാം കൽപ്പിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. വലിയ വലിയ മനുഷ്യന്മാർ, നല്ല നല്ല ആജിയമാര് താടിയില്ല, സുന്നിയാണ്. താടിയിൽ നിനക്ക് സുന്നത്തില്ലാതെയായി പോയി സഹോദര. താടിയുള്ളവരൊക്കെ സുന്നികളാണ്. അപ്പൊ സിക്കേരും സുന്നിയാണ്ട് വരും. താടിയുള്ളവരൊക്കെ സുന്നി നമ്മൾ പറഞ്ഞില്ല. ഓ മുസ്ലിമാണെന്ന് തന്നെ നമ്മൾ പറഞ്ഞില്ല. തലയെ കെട്ടുമ്പോഴേക്കും സുന്നിയായി അങ്ങനൊന്നുമില്ല. നിയ്യത്ത് നന്നാകാം. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എടുക്കുന്നു എന്ന നിലക്കുള്ള തലയെക്കെട്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എടുക്കുന്നു എന്ന നിലക്കുള്ള ഒരു താടി വല്ലാത്ത അമലാണ്. സുന്നികളായ മുഅ്മിനീങ്ങൾ തുടരണം. ഈ റബീഉൽ അവലിന് തീരുമാനം എടുക്കണം. ഞാൻ താടി വെക്കും. ഇങ്ങനൊക്കെ ഗൗരവമുണ്ടെങ്കിൽ ഇവിടുന്ന് മരിച്ചു പോകണ്ട. ഞാൻ ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്താ താടിയൊക്കെ? നിങ്ങളൊന്നും പറയരുത്, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വെച്ചാണ്. അപ്പൊ എന്താ താടി ഉണ്ടെങ്കിൽ പെണ്ണിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ പിന്നെ നമ്മളൊന്നും പെണ്ണിട്ടില്ലേ? തെറ്റിദ്ധാരണ എന്നല്ലാണ്ട് ഇതൊക്കെ എന്തൊരു കഥയാണ്. താടി ഉണ്ടിട്ട് പെണ്ണിട്ടാത്ത കേസൊന്നും ഉണ്ടാവില്ല. വെറുതെ ഓരോ തെറ്റിദ്ധാരണ. ഇതെങ്ങനെ കുടുങ്ങി റബ്ബേ നമ്മളെ നാട്ടിൽ? പഴയകാലമല്ലാമാരൊക്കെ താടി വെച്ച് കറാത്തല്ലേ എന്ന് പറഞ്ഞ് തള്ളരുത്. മുത്തുനബിന്റെ സുന്നത്തിനെ ഇത്തിബാഅ് ചെയ്യണം. കുറെ വഹാബിസം, ചിലതൊക്കെ വഹാബിസാണെന്ന് തന്നെ തള്ളലുണ്ട് ദുനിയാട്. അത് സൂക്ഷിക്കണം. നമ്മൾ അത് സൂക്ഷിക്കണം. അതിന്റെ നിജസ്ഥിതി എന്ത് അന്വേഷിക്കണം. അമുസ്ലിമീങ്ങളായ മന്ത്രവാദികളെടുത്തേക്ക് പോവുക. എന്നിട്ട് ഓല് പറഞ്ഞ എന്തോ കാണുകളൊക്കെ ചെയ്ത് കൂട്ടുക. അത് പോയില്ലെങ്കിൽ വഹാബി. അങ്ങനെ ഇല്ല. മൻ അതാ കാഹിനൻ, ഒരു ജ്യോത്സ്യന്റെ അരികിലേക്ക് ഒരാൾ പോയാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ ദീനിൽ അവൻ ഇസ്ലാമിന്റെ പുറത്താണെന്ന് തോന്നിപ്പിക്കുന്ന പ്രയോഗമാണ് മുത്തുനബി നടത്തിയത്. നോക്ക് നിങ്ങൾ, ഗൗരവമല്ലേ? ഞങ്ങളുടെ ഉസ്താദ് സുലൈമാൻ ഉസ്താദ് പറഞ്ഞു, മാറാൻ വിധിക്കപ്പെടാത്ത രോഗങ്ങൾ ഉണ്ടായേക്കാം. ഇതാണ് അതിന്റെ മറുപടി. ഒരു മുസ്ലിം കേൾക്കേണ്ട മറുപടി അതാണ്. മാറിയില്ലെങ്കിൽ പിന്നെ ഹിന്ദുക്കളെ കൊണ്ട് ചെയ്യല്ലാതെ എന്താ കാണുന്നത്? പാടില്ല. മാറാൻ വിധിയില്ലാത്ത രോഗമുണ്ടായേക്കാം. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എടുത്ത് മന്ത്രിക്കാം. അതിനതൊക്കെ ശിർക്കാക്കിയല്ലോ. ഒന്നും മന്ത്രിക്കാൻ പാടില്ല, ഒന്നും പാടില്ല. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മുത്തുനബിന്റെ മധു പറയാൻ ടൈം ഉണ്ടാവില്ല. فما كل شقاء سوى جفاه وليس سوى تواصله نعيم. فما كل شقاء പരാജയമാകുന്ന മുഴുവൻ പരാജയവും സിവാ ജഫാഹു, നബിതങ്ങൾ അകലുന്നതാണ്. അല്ലാഹു നബിതങ്ങളെ നമ്മളെ തൊട്ട് അകൽത്താതിരിക്കട്ടെ. നമ്മുടെ ജീവിത മോശം കൊണ്ട് മുത്തുനബിതങ്ങൾ നമ്മളെ തൊട്ട് അകലാതിരിക്കട്ടെ. സ്വാലിഹീങ്ങളുടെ മനസ്സതാണ്.
എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ മുത്തുനബി കാണുമെന്നും ആ നബി തങ്ങൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന ഹദീസ് വായിച്ചിട്ട് സ്വാലിഹീങ്ങൾ കരയുമായിരുന്നു. നമ്മുടെ ജീവിതം മുഴുവനും മുത്തുനബിന്റെ മുമ്പിൽ തുറന്ന പുസ്തകമാണ്. നബി തങ്ങൾ നമ്മൾ ചെയ്യുന്നത് കാണുമോ? ഇത് ശിർക്കാണെന്ന് പറയുന്നവരുണ്ട് എങ്കിൽ അവരുടെ പദാവാഹനായ അല്ലാമ ഇബ്നു ഖയ്യിം അയാളുടെ അർ-റൂഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. നബി തങ്ങൾ മുഅ്മിനീങ്ങളായ ആളുകളുടെ തെറ്റുകൾ കാണും, നന്മകളും കാണും. നന്മകൾ കണ്ടാൽ സന്തോഷിച്ച് അല്ലാഹനെ സ്തുതിക്കും. നബി തങ്ങൾ തിന്മകൾ കണ്ടാൽ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. എന്തൊരു കാരുണ്യമാണ്! പിണങ്ങാൻ വളരെ പിന്തുന്ന നബി തങ്ങളാണ്. നബി തങ്ങൾ അകലുന്നതാണ് ഏറ്റവും വലിയ പരാജയം. എന്നാൽ വലൈസ സിവാ തവാസുലിഹി നഈമു, നബിതങ്ങളുമായൊരു കണക്ഷൻ ഉണ്ടാവുക എന്നത്, നബിതങ്ങളുമായൊരു ബന്ധമുണ്ടാവുക എന്നത് അതിനോളം സന്തോഷമുള്ള അനുഗ്രഹമില്ല. നബിതങ്ങളോട് ബന്ധപ്പെടാൻ, ആ നബിയെ കണ്ടിരിക്കാൻ, മനസ്സുകൊണ്ടെങ്കിലും കണ്ടിരിക്കാൻ അല്ലാഹു നമുക്ക് തുണക്കട്ടെ. മഹദിയായ ഹിന്ദ് റളിയല്ലാഹു അൻഹാ ഉഹുദ് യുദ്ധത്തിൽ കേൾക്കുകയാണ് അവരുടെ ഭർത്താവ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു, അവരുടെ മകൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ വിവരം കേൾക്കുന്ന ഹിന്ദ്, മഹദിയായ ഹിന്ദ് അതാ സങ്കടത്തോടെ അതാ നബിതങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഉഹുദ് യുദ്ധത്തിലെ വലിയ രംഗമാണത്. ആ യുദ്ധത്തിലെ അവരുടെ അവസ്ഥയിലേക്ക് ഞാൻ കടക്കുന്നില്ല. സ്വഹാബികളിൽ ഒരു വിഭാഗം നബിതങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്ന് കേട്ടപ്പോൾ, നബിതങ്ങളെ കൊല ചെയ്യപ്പെട്ടാൽ ഇനി യുദ്ധത്തിന് വിജയമില്ല, എല്ലാ നിലക്കും തകർച്ചയാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വിഭാഗം സ്വഹാബികൾ ഓടുകയാണ്. അതാ നബിതങ്ങളെ കൊല ചെയ്യപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കി രണ്ട് കൈയിലും വാളേന്തിക്കൊണ്ട് മഹാനായ ഹംസത്തുൽ കറാർ അടക്കമുള്ള സ്വഹാബിമാർ യുദ്ധം ഒന്നും കൂടെ സ്ട്രോങ് കൂട്ടുകയാണ്. എന്നാൽ നബിതങ്ങൾ കൊല ചെയ്യപ്പെട്ടെങ്കിൽ എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് കയ്യിലുള്ള വാളും വലിച്ചെറിഞ്ഞ് നബിതങ്ങളെ വെട്ടിയ വാള് എന്നെയും വെട്ടട്ടെ എന്ന് പറഞ്ഞ് അതാ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെപ്പോലുള്ളവർ ആ സദസ്സിലൂടെ, ആ യുദ്ധക്കളത്തിലൂടെ നടക്കുന്നു. ആ ടൈമിൽ നബിതങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്ന് കേട്ട് നിർബന്ധമെന്ന് മനസ്സിലാക്കി ഓടിപ്പോയ സ്വഹാബിമാർ അതാ അടുത്തുള്ള മദീനയിലെത്തിയപ്പോൾ സ്ത്രീകളുടെ ഒരു ജനാവലി വരികയാണ്. ഉമ്മമാരെ, മുത്തുനബിയോടുള്ള മഹബത്തിന്റെ സ്വഭാവം നോക്ക്. ഫാത്തിമ, സഫിയ അടക്കമുള്ള സ്ത്രീകളുടെ വലിയ ഒരു പ്രകടനം വരികയാണ്. നാളെ തന്നെ സ്ത്രീകളുടെ പ്രകടനത്തിലേക്ക് അത് വനിതകൾക്ക് വേണ്ടി സംഘടനയുണ്ടാക്കാൻ ഇത് തെളിവാക്കണ്ട. അള്ളാന്റെ റസൂല് വല്ലാതെ ആക്ഷേപിച്ച വിഷയമാണ്. തങ്ങന്മാര് സാക്ഷി നിന്നത് കൊണ്ടായില്ല, അള്ളാന്റെ റസൂല് വല്ലാതെ എതിർത്ത വിഷയമാണ്. ഒരു കൗമ്, ഒരു വിഭാഗം പെണ്ണിനെ നേതൃത്വമാക്കിയാൽ അവര് വിജയിക്കാൻ സാധ്യതയില്ല. നബിതങ്ങളുടെ വാക്കാണ്. അതാ ഉള്ളിന്റെ ഉള്ളിലിരിക്കാൻ പറഞ്ഞ നബിതങ്ങൾ സ്ത്രീകളോട് അതാ വല്ലാതെ ഉൾഭാഗത്തിരിക്കാൻ പറഞ്ഞ നബിതങ്ങൾ, ആ നബിതങ്ങൾ വല്ലാതെ എതിർത്ത വിഷയമാണ്. പിന്നെ സ്ത്രീകളുടെ പ്രകടനം എങ്ങനെ നടന്നു? സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന നിബന്ധന വരുന്ന മുമ്പുള്ള സംഭവമാണ്. അതാ സ്ത്രീകളുടെ വലിയൊരു പ്രകടനം അതാ ഉഹുദിലേക്ക് മാർച്ച് ചെയ്യുന്നു, ഉഹുദിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നുകൊണ്ട് യുദ്ധത്തിന്റെ അവിടെ എത്തുമ്പോൾ നബിതങ്ങളെ അവര് കണ്ടെത്തിക്കുകയാണ്. നബിക്കൊന്നും പറ്റിയില്ല. നബിതങ്ങളുടെ മുഖച്ചായുള്ള മുസ്അബ് റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടതിൽ തെറ്റിദ്ധരിച്ചോ എങ്കിൽ ഇബ്ലീസിന്റെ ഒച്ചപ്പാടിലോ പെട്ടുകൊണ്ട് ആളുകൾ നബിതങ്ങൾ ഷഹീദായി എന്ന് പറഞ്ഞതാണ്. ആ നബിതങ്ങളതാ ബഹുമാനപ്പെട്ട നബിതങ്ങളെ കാണുകയാണ് ഹിന്ദ്. അല്ലാഹുവിന്റെ റസൂൽ ഉഹുദ് യുദ്ധം കഴിഞ്ഞ് ഹിന്ദ് ചെന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ അരികിലെത്തുമ്പോൾ ഉപ്പ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നു, മകൻ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നു. എത്ര വേദനയുണ്ടായിരിക്കും ആ ടൈമിൽ. മഹദിയായ ഹിന്ദിന്റെ മുഖത്ത് നോക്കി റസൂലുള്ളാഹിക്ക് മറുപടി പറയാൻ കഴിയുമോ? നിന്റെ ഉപ്പയും നിന്റെ മകനും ഇതാ, നിന്റെ ഭാര്യയും നിന്റെ മകനും ഇതാ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നു.
കിടക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ മുത്തുനബിക്ക് കഴിയുമോ? വല്ലാത്ത സ്നേഹത്തിന്റെ ഉടമയല്ലേ. ഹംസ റളിയല്ലാഹുവിന്റെ ജനാസ നോക്കി കരഞ്ഞവരാണ്. മുസ്അബ് റളിയല്ലാഹുവിന്റെ ജനാസ നോക്കി കരഞ്ഞവരാണ്. വല്ലാത്ത കാരുണ്യത്തിന്റെ ഉടമയാണ്. സ്വഹാബികൾക്ക് എന്തെങ്കിലും പറ്റുക എന്നത് വലിയ ദുഃഖമാണ്. സ്വഹാബി എന്നല്ല, ഒരു ജീവിയോട് പോലും വേദനിപ്പിക്കാത്ത പ്രകൃതിയാണ്. സ്വഹാബികൾ ഇങ്ങനെ വാള് കേട്ടിരിക്കുന്നു നബി തങ്ങളുടെ. ആ ടൈമിൽ അതാ ഒരു പക്ഷി ഇങ്ങനെ ആ സദസ്സിനെ വട്ടമിട്ട് കരഞ്ഞുകൊണ്ട് പാറുന്നു. അതാ നബി തങ്ങൾ പറയുന്നു, മന്നഹദ ഫിറാഖ ഹാദ ത്വയ്ർ, ഈ പക്ഷിയുടെ കുഞ്ഞനെ പിടിച്ചവർ ഈ സദസ്സിലുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളുടെ ഇടയിലേക്ക് വരാത്ത പക്ഷി. പരിസരം മറന്നിട്ട് കുഞ്ഞുങ്ങളുള്ളവന്റെ അരികിലേക്ക് വരികയുള്ളൂ. ആരാണ് ഈ പക്ഷിയുടെ കുട്ടികളെ എടുത്തതെന്ന് ചോദിക്കുന്നു. ഒരു സ്വഹാബി അതാ ഒരു തോർത്തുമുണ്ടിൽ അതാ ഒരു ശീലയിൽ അതാ 2-3 കുഞ്ഞുങ്ങളെ ഒരു മരപ്പൊത്തിൽ നിന്നെടുത്ത് വീട്ടിലേക്ക് വളർത്താൻ കൊണ്ടുപോകാൻ വേണ്ടി പിടിച്ചിരിക്കുന്നു. പക്ഷി അതിനെയാണ് വട്ടമിട്ട് പാറി നടക്കുന്നത്. ആ പക്ഷിയുടെ കൂട്ടിൽ ആ കുഞ്ഞിനെ കൊണ്ടുവെക്കാൻ കൽപ്പിച്ച ഐനുർ റഹ്മത്തു റഹ്മത്തുൽ ലിൽ ആലമീൻ. വല്ലാത്ത സ്നേഹമല്ലേ, വല്ലാത്ത സ്നേഹം തന്നെ. സ്വഹാബികളുടെ ഷഹീദായി പോയ സ്വഹാബിയുടെയും ഈ ജീവിച്ചിരിക്കുന്ന ഹിന്ദിന്റെയും അവസ്ഥയോർത്തിട്ട് റസൂലുള്ള പറയുന്നു, ഹിന്ദേ എന്ന് പറഞ്ഞ് റസൂലുള്ള അവരെ ആശ്വസിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ, ഉമ്മമാരെ, സ്വഹാബി വനിതകളുടെ ഹൃദയത്തിൽ, സ്വഹാബിമാരുടെ ഹൃദയത്തിൽ, മഹാന്മാര് മഹതിമാരുടെ ഹൃദയത്തിൽ നബിതങ്ങൾ കുടിയിരുന്നതിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. നബിതങ്ങൾ പറയുന്ന മഹതിയായ ഹിന്ദി പറയുന്നു, കുല്ലു ബലാഇൻ ബഅദക ഹയ്യിനു യാ റസൂലല്ലാഹ്. നബിയെ, എന്റെ ഭർത്താവ് കൊല ചെയ്യപ്പെട്ടു, എന്റെ മകൻ കൊല ചെയ്യപ്പെട്ടു, ഇങ്ങനെയുള്ള ബലാവ് വല്ലാത്ത വിഷമമുണ്ടെങ്കിലും തങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. തങ്ങളുടെ ശേഷം തങ്ങൾക്ക് അപകടമില്ലെങ്കിൽ അതൊക്കെ നബിയെ ഒരു പട്ടണമില്ല നബിയെ. ഭർത്താവ് പിരിഞ്ഞതും മകൻ പിരിഞ്ഞതും പട്ടണമല്ല നബിയെ. തങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. ഇതാണ് സ്വഹാബിമാരുടെ മനസ്സ് കേട്ടോ. ഉഹുദ് യുദ്ധത്തിൽ അതാ ഒരു സഹാബി വെട്ടേറ്റ് മരിക്കാൻ കിടക്കുകയാണ്. അതാ ഷഹീദാകാൻ കിടക്കുകയാണ്. ആ സ്വഹാബിന്റെ അരികിലേക്ക് അതാ വെള്ളവുമായി ചെന്ന ടൈമിൽ അതാ പറഞ്ഞതെന്താണ്? എന്നെ ശുശ്രൂഷിക്കുന്ന ടൈമല്ല. നബി തങ്ങളെ ഒറ്റപ്പെട്ട് കട്ടപ്പെടുന്നുണ്ട് ഉഹുദിന്റെ ഒരു ഭാഗത്ത്. അങ്ങോട്ട് പോകണേ. നബി തങ്ങളുടെ മുടുക്കി വല്ലതും പറ്റിയാൽ റബ്ബ് നിങ്ങളെ വെറുതെ വിടുകയില്ല. രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തനിക്ക് വെള്ളം കൊണ്ടുവന്നതായ സ്വഹാബിമാരോട് ഷഹീദാകുന്ന ജീവനുള്ള സ്വഹാബിമാര് പറഞ്ഞെങ്കിൽ വല്ലാത്ത മഹബത്ത് തന്നെ. അള്ളാന്റെ റസൂലിന്റെ മഹബത്ത് ചെറിയതല്ല, അതുള്ളവൻ വലിയവൻ തന്നെ. സ്വഹാബിമാരുടെ മഹബത്തിനൊന്നും നമുക്ക് കഴിയില്ല. അതിൽ നിന്നൊരു ചെറിയ ഭാഗമെങ്കിലും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. അള്ളാഹുവിന്റെ റസൂലിനെ എപ്പോഴും നമ്മൾ ഓർക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ബൈത്തുകൾ നമ്മൾ ചൊല്ലിയിരിക്കണം. ചെറിയ മഹബത്തിനെ വലിയതായി നാം വളർത്തിയെടുക്കണം. ഒരിക്കലും തന്നെ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ മറക്കരുതേ. ദിനം പ്രതി റസൂലുള്ളാഹിന്റെ പേരിൽ 300 സ്വലാത്ത് ചൊല്ലാത്തവൻ ഒരു പൂർണ്ണ മുഅ്മിനല്ല എന്ന് അയിമ്മത്ത് പറയുന്നു. ഉമ്മമാരെ, എത്ര സ്വലാത്താണ് നമ്മൾ ചൊല്ലാറുള്ളത്? നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ ഈ ലോകത്ത് നിന്ന് നമ്മൾ പിരിയും കേട്ടോ. നമുക്കൊക്കെ മരിച്ചു പോകാനുള്ളതാണ്. ഗ്രൂപ്പ് പറഞ്ഞു ദീനിന്റെ കാര്യങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നടക്കുന്ന സ്വഭാവമൊന്ന് മാറ്റിയിട്ട് അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമകളാകണം നമ്മൾ. ഇമാം സയ്യൂത്തി അവിടുത്തെ ഹാവിയിൽ ഉദ്ധരിക്കുന്നു. ഇമാം അബ്ദുർ റഊഫുൽ മുനാവി അവിടുത്തെ കവാഖിബു ദുർരിയ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു. മറ്റ് കിതാബുകളിലുമുണ്ട്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇതിനൊന്നും ഒരു രേഖയില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് രേഖ പറഞ്ഞത്. മഹാനായ റിഫാഈ തങ്ങൾ റസൂലുള്ളാഹിന്റെ അതാ 5 നൂറ്റാണ്ട് ശേഷമുള്ളവരാണ്.
ആ മഹാൻ ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയ ഇമാം ദിഫാഇ അതാ റസൂലുള്ളാഹി തങ്ങളെ സിയാറത്തിനായി വരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം ജീർണിച്ച് സമൂഹത്തിൽ വാസന കൊണ്ട് പൊറുതിമുട്ടുന്ന പേരിലാണ് നബി തങ്ങളെ മറവ് ചെയ്യാനുള്ള കാരണം. എന്നെയും നിന്നെയും മറവ് ചെയ്യുന്ന പോലെ ജനങ്ങൾക്ക് പൊറുതി മുട്ടുന്ന പേരിലാണ്, വാസനിച്ച് ജീർണിച്ച് പൊറുതിമുട്ടുന്നത് കൊണ്ട് ആണ് നബി തങ്ങളെ മറവ് ചെയ്തതെന്ന് ജമാഅത്തെ ഇസ്ലാമി എഴുതി. അതിനെ ഇന്ന് വരെ അവർ തിരുത്തിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ ഒരു ആശയം മാത്രമാണെങ്കിൽ തന്നെ അവൻ ഇസ്ലാമിന്റെ പുറത്താണെന്ന് ഞാനല്ല പറഞ്ഞത്. അള്ളാന്റെ റസൂലിന്റെ ശരീരം ജീർണിച്ചു പോയ മുഹമ്മദിനെ ജീർണിച്ചു പോയ മുഹമ്മദിനെയാണോ നിങ്ങൾ സിയാറത്ത് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതാരാണ്? സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഭരണാധികാരിയാണ്. എവിടെയുണ്ട് ഈ സംഭവം? ഇമാം മുബറദ് തന്റെ കാമിലിൽ ഇത് ഉദ്ധരിച്ചിരിക്കുന്നു, ഇമാം കമാലുദ്ദീൻ ദമീരി ഉദ്ധരിച്ചിരിക്കുന്നു, ഇമാം ജുർഖാനി ഉദ്ധരിച്ചിരിക്കുന്നു, പല പണ്ഡിതന്മാരും ഉദ്ധരിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം ജീർണിച്ചു പോയ ശരീരമെന്ന് ഹജ്ജാജ് പറഞ്ഞ പേരിൽ കഫറഹുൽ ഉലമാ, ഉലമാക്കന്മാർ അവൻ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് ഫത്വ കൊടുത്തു എന്ന് സ്വഹാബത്തിന്റെ ഫത്വയായി ഇമാം മുബറദ് കാമിലിൽ ഉദ്ധരിക്കുന്നു. തങ്ങളുടെ ശരീരം ജീർണിച്ചു പോകുമത്രേ. ജമാഅത്ത് ഇസ്ലാമി എന്താ അവരുടെ സുന്നത്ത്? അല്ലോ ആരോടും പറയാനുമില്ല, ഒന്നും പറയാനുമില്ല, ഒരു എതിർപ്പിനുമില്ല. വല്ലാത്ത പൊഞ്ചിരിയല്ലേ. ഈമാനില്ലാത്തൊരു കൗമിനെ പറ്റി എന്ത് പറയാൻ? അല്ലാത്ത ചിരിയും അല്ലാത്ത നിസ്കാരത്തേക്കും ഉണ്ടാവും. ഈമാനില്ലാത്ത എന്ത് നിസ്കാരത്തെ? അള്ളാന്റെ റസൂലിന്റെ ശരീരം ജീർണിക്കുമെന്ന് പറഞ്ഞതിനെ ഇന്ന് വരെ തിരുത്തിയിട്ടുണ്ടോ? ഒക്കെ നിങ്ങൾ പണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, ഒരാൾ എന്തെങ്കിലും മസല തെറ്റിയാൽ ശിഷ്യനാണെങ്കിൽ തന്നെ ഉസ്താദിന്റെ കയ്യിൽ തെറ്റിയിരിക്കുന്നു എന്ന് പരസ്യമായി പ്രസംഗിക്കുന്നു. അങ്ങനെയല്ലേ? വല്ല ഏതെങ്കിലും ഒരാൾ ഇന്ന് വരെ തിരുത്തിയിട്ടുണ്ടോ? എത്ര സ്റ്റേജിൽ നിന്ന് ചോദിച്ചു? തിരുത്തണ്ട എല്ലാവരുടെയും ആശയം, അവരുടെ ആശയം അതാണ്. ആ വിശ്വാസം കൊണ്ട് ശരീരം അതാ ജീർണിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണ്. പറയാത്ത ഇമാമിങ്ങളില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം ജീർണിക്കുമെന്ന് പറയുന്നവൻ കാഫിറായി പോകുന്നതാണ്. പക്ഷെ കാഫിറായാൽ നെറ്റത്തൊരു പൊട്ടുവരുമെന്ന് മനസ്സിലാക്കണ്ട. ആഖിറത്തിലെത്തുമ്പോൾ അതാ നിന്റെ അമലിന് കാര്യമില്ല. നീ നിസ്കരിച്ച നിസ്കാരം, നീ എടുത്ത നോമ്പ്, നീ ചെയ്ത സക്കാത്ത്, നീ ചെയ്ത ഹജ്ജ് ഒന്നും കാണുകയില്ല. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു 40 വർഷം നീ സുജൂദിൽ കിടന്നു. പക്ഷേ സലഫുസാലിഹീങ്ങളുടെ വിശ്വാസമല്ല എങ്കിൽ, നിന്റെ വിശ്വാസത്തിന് തകരാറുണ്ടെങ്കിൽ, അഖീദതുക നിന്റെ വിശ്വാസത്തിന് തകരാറുണ്ടെങ്കിൽ, ലകാനത്ത് ഇബാദാതുക ഹബാഅം മൻസൂറാ, നീ ചെയ്ത അമലുകൾ മുഴുവനും വിതറപ്പെട്ട ധൂളികളാണ്. അമലിന് കൂലിയില്ല. ഇസ്ലാം എന്ന് പുറത്തുപോയ വിവരം എപ്പോഴാ അറിയാ? ആഖിറത്തിലെത്തുമ്പോ അറിയും. ചെയ്ത അമലുകൾ മുഴുവനും നശിച്ചു പോയി, ഭാര്യയോടുള്ള ബന്ധം മുറിഞ്ഞുപോയി. ജമാഅത്തെ ഇസ്ലാമി എഴുതിയില്ലേ, മുസ്ലിമിന്റെ നാവ് കൊണ്ട് പറയാൻ പാടില്ല. നമുക്കിത് വ്യക്തിപരമായ പ്രശ്നമാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ അരികിൽ ചെന്നിട്ടും എത്ര സ്വാലിഹീങ്ങളാണ് സങ്കടം പറഞ്ഞത്. ഖബറിന്റെ അരികിലല്ലാതെ ദൂരം റസൂലുള്ളാഹിനെ വിളിച്ച കണക്കും കയ്യുമുണ്ടോ? തംബീഹുൽ അനാം ഫിൽ മുസ്തഗീഥീന ബിഖൈരിൽ അനാം എന്നൊരു ഗ്രന്ഥം തന്നെ കാണാം. തംബീഹുൽ അനാം ബിൽ മുസ്തഗീഥീന ബിഖൈരിൽ അനാം. മുഹമ്മദുൽ ഫാസിയാണ് അതിന്റെ രചയിതാവ്. തൊട്ടു മുമ്പ് ഞാൻ മുഹമ്മദുൽ ഫാസി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ യൂസുഫ് എന്നാണ് അവരുടെ പേര്. ഇമാം ഷാമിയുടെ പേരിൽ മുഹമ്മദുൽ ഫാസി അല്ല. തംബീഹുൽ അനാം ഈ ഗ്രന്ഥം എന്ന് രചിച്ചതാ? വഹാബികൾ ഇവിടെ ഉണ്ടെങ്കിൽ കേൾക്കണം, അതിനെ ഞാൻ പറയാം. ഇബ്നു തൈമിയൊക്കെ ജനിക്കുന്നതിന്റെ എത്രയോ മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. അതിൽ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിച്ച സംഭവങ്ങൾ ചില്ലറയല്ല. എത്രയാണ് അതിൽ കൊടുത്തത്? ഓരോ അനുഭവങ്ങളും. ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തത്, പൈസ കൊണ്ടുവന്ന് കൊടുത്തത്, രക്ഷപ്പെടുത്തിയത്, വീണ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, വിളിച്ചു കരഞ്ഞത്, പത്രി കൊടുത്തത്, ഇഷ്ടംപോലെ അനുഭവങ്ങൾ. അതാ മുസ്ലിം ഉമ്മത്തിന്റെ അനുഭവങ്ങൾ, അയിമ്മത്തിന്റെ അനുഭവങ്ങളിൽ അതിൽ കാണാം.
ഈ അസ്കലാനി തങ്ങൾ പറയുന്നു, ജിദ്ദയിലേക്ക് ഞങ്ങളൊരു കപ്പലിൽ പുറപ്പെടുന്നു. ആ കപ്പൽ അതാ വഴിയിൽ വെച്ച്, പഴയ കാലത്തെ കപ്പലാണല്ലോ, പായക്കപ്പൽ, കാറ്റ് പിടിച്ചാൽ മറിഞ്ഞു പോകുന്ന കപ്പൽ. ആ കപ്പലിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കപ്പലിന് അതാ കാറ്റ് പിടിക്കുകയാണ്, തിരമാലകൾ കപ്പൽ കൊണ്ട് അമ്മാനമാടുകയാണ്. ആ ടൈമിൽ അതാ ഞങ്ങൾ വിളിച്ചു കരഞ്ഞു, എന്തുവാ മുഹമ്മദ്, വാ മുഹമ്മദ്, വാ മുഹമ്മദ്, മുഹമ്മദ് നബിയേ, മുഹമ്മദ് നബിയെ അയിമ്മത്ത് വിളിക്കുകയാണ്. തംബീഹുൽ അനാം എടുത്തു നോക്ക്, ഇദ്ബുൽ ഇസ്തിഗാസാത്ത് എടുത്തു നോക്ക്, പല കിതാബിലും കാണാം. വാ മുഹമ്മദ്, വാ മുഹമ്മദ്, വാ മുഹമ്മദ്, റസൂലുള്ളാഹിനെ വിളിക്കുകയാണ്. വിളിച്ചപ്പോൾ അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹിബ്ബായ ഒരു മഹാനാ കപ്പലിലുണ്ടായിരുന്നു. ആ കപ്പലിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റിട്ട് പറയുന്നു, നിർത്തുക, നിർത്തുക, റസൂലുള്ളാഹിനെ ഞാൻ കാണുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഉണർച്ചയിൽ വരുന്നതാണെന്ന് അയിമ്മത്ത് പറയുന്നു. സ്വഹാബത്തിന്റെ വിശ്വാസം അങ്ങനെയാണ്. റസൂലുള്ളാഹി ഉണർച്ചയിലും വഫാത്തിന്റെ ശേഷം ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമെന്നും അതിന് യാതൊരു പ്രയാസവും ഇല്ല എന്നും അതാ അയിമ്മത്ത് വിശ്വസിക്കുന്നു. ഇമാമിയങ്ങൾ മുഴുവനും വിശ്വസിക്കുന്നു. മൂസാ നബി വഫാത്തായ ഖബറിൽ അടക്കപ്പെട്ടു. കസീബുൽ അഹ്മറിൽ ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് മുത്തുനബി പറഞ്ഞ ഹദീസ് നിഷേധിക്കാൻ വഹാബിക്ക് കഴിയില്ല. നിസ്കരിക്കുന്നു ഖബറിൽ. മരിച്ചുപോയ വ്യക്തി നിസ്കരിക്കുകയോ? അതല്ല, മൂസാ നബി മരിച്ചിട്ടില്ലേ? ഞാൻ മിഅ്റാജിന്റെ രാത്രിയിൽ കസീബുൽ അഹ്മറിൽ മൂസാ നബി നിസ്കരിക്കുന്നത് കണ്ടു. ഖബറകത്ത് അയിമ്മത്ത് അതാ അമ്പിയാക്കന്മാര് നിസ്കരിക്കുന്നു. അത് കണ്ട് സെക്കൻഡ് കൊണ്ട് റസൂലുള്ളാഹി ആകാശാരോഹണം നടത്തി. ഏഴാനാകാശത്തിലെത്തിയപ്പോൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, മരിച്ചുപോയി മറവ് ചെയ്യപ്പെട്ട മൂസാ നബി ഏഴാനാകാശത്ത്, ഒരാകാശത്തിന്റെയും ഭൂമിയുടെയും ഒന്നാനാകാശത്തിന്റെയും ഭൂമിന്റെ ഇടയിലുള്ള ദൂരമത്രേ. ആകാശത്തിലേക്ക് ഇന്ന് വരെ ശാസ്ത്രമെത്തിയിട്ടില്ല. ഏഴാകാശമുണ്ടെന്ന് ഈ ലോകത്തെ പടച്ച റബ്ബ് പറയുന്നു. ഒന്നാനാകാശത്തേക്ക് വരെ ശാസ്ത്രമെത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ചില ശാസ്ത്രജ്ഞന്മാർ എത്താതെ വന്നപ്പോൾ കുറുക്കം പറഞ്ഞ പോലെ ആകാശമില്ല എന്ന് വരെ പറഞ്ഞവരുണ്ട്. അത്രയും നീളമുള്ളതായ കോടാനക്കോടി കിലോമീറ്റർ അപ്പുറം നിലകൊള്ളുന്നതായ ആകാശത്തേക്ക് ഈ ഖബറിൽ നിന്ന് മൂസാ നബി പോയത് ഞാനല്ല പറയുന്നത്. മരിച്ചാൽ പിന്നെ പോവില്ല, മിണ്ടൂല, സഹായിക്കൂല എന്ന് പറയുന്നവർ മനസ്സിലാക്കണം. ഈ ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തുർമുദിയും അബൂ ദാവൂദും നസായിയും ഇബ്നു മാജയും ഇബ്നു ഹിബ്ബാനും ഇബ്നു അസാക്കിറും ദൈലമിയും ദാരിമിയും അതാ അബൂ യഅലയും ബൈഹഖിയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തർക്കമില്ലാത്ത ഹദീസാണ്. മരിച്ചുപോയ മൂസാ നബി അലൈഹിസ്സലാം വിളിച്ചാൽ എത്തുമോ? വല്ല നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് ബാഗൂടാതുത്തേരം ചെയ്യും ഞാനെന്നവർ. ബഗ്ദാദും നമ്മുടെ നാടുമായി ഇത്രയൊന്നും ദൂരമില്ല. സ്വാലിഹീങ്ങൾക്ക് അല്ലാഹ് കൊടുക്കുന്ന കഴിവ് അത് നിഷേധിക്കുന്നവൻ ഇസ്ലാമിന്റെ വഴിയിലുള്ളവനാണെന്ന് പറയാൻ കഴിയില്ല. മൂസാ നബിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് വഹാബി ആശയക്കാർ വല്ലവരും കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ നേതാക്കന്മാരോട് ചോദിക്കണം. ഉണ്ട്, പക്ഷെ അത് കൊട്ടപ്പുറത്തുനിന്ന് ഓടുന്നവര് പറഞ്ഞ അത് ആകാശത്തല്ലേ, അത് ആകാശത്തുനിന്ന് ശിർക്കാവാം എന്നർത്ഥം. ആകാശത്തേക്ക് വരുമെങ്കിൽ ചെങ്ങായി ബഗ്ദാദ് ഇങ്ങോട്ട് വരെന്ത് പണിയാ? നമ്മുടെ ഔലിയാക്കളെ വിളിക്കണ്ട, നബിമാരെ വിളിക്കാൻ സമ്മതിക്കുകയാണെന്ന് തർക്കമില്ല, അതും പറ്റൂല. മരിച്ചു പോയ പിന്നെ വിളിന്റെ പരിപാടിയെ വേണ്ടെന്ന. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മഹാനായ റിഫാഈ തങ്ങളുടെ അരികിൽ ചെന്നും റിഫാഈ തങ്ങളടക്കമുള്ള മഹാന്മാര് നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും ഖബറിന്റെ അരികിൽ നിന്നും സങ്കടം പറഞ്ഞ സംഭവങ്ങൾ എത്രയാണ്. റിഫാഈ തങ്ങളതാ അവിടുത്തെ ശിഷ്യൻ പറയുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അൽ ഉഖൂദുൽ ഉലുവിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, മറ്റ് പല കിതാബുകളിലും കാണാം. അവിടുത്തെ ശിഷ്യന് പറയുന്നു, ഉസ്താദിന്റെ കൂടെ റിഫാഈ തങ്ങളെ കൂടെ അതാ ഹജ്ജിന് വന്നപ്പോൾ ഒരു അസറിന്റെ ശേഷം മദീന പള്ളിയിൽ മുത്തുനബിന്റെ ചാരത്ത് ഞങ്ങളെത്തി. സാലിഹീങ്ങൾ മദീനയിൽ ചെന്നാൽ അവരുടെ മനസ്സുവല്ലാതെ റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് കൊണ്ട് കരയുന്നതാണ്. അവരുടെ കണ്ണുകൾ കരയുന്നതാണ്, അവരുടെ മനസ്സുകൾ കരയുന്നതാണ്. നബി തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അരികിലെത്തിയ റിഫാഈ തങ്ങളെ പറ്റി അവിടുത്തെ ശിഷ്യൻ
പറയുന്നു പരിസരം ഉസ്താദ് മറന്നുപോയി. കൂടെ മഹാനായ ജീലാനി തങ്ങളുണ്ട്, വലിയ വലിയ ഔലിയാക്കളുണ്ട്.